ഛായം ത്രിനേത്രം രസാദാശ്ലിഷ്ടം പ്രിയയാ സപത്മകരയാ സ്വംഗസ്ഥയാ സന്തതം ബീജാപൂരഗതാധനുസ്ത്രിശികയുക് ചക്രാബ്ജപാശോൽപലവ്രീഹഗ്രം സുവിഷാണരത്മകലശാൻ ഹസ്തൈർവഹന്തിം ഭജേ. ഓം ഗം ഗണപതയേ നമഃ. ബാലരിവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേദഭുവനീശിം മേ. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തകാ വേദഹസ്ത അഭയപരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം ത്രിശൂലം പാതിനോ ഭീതേർഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഈ സത്സംഗമം, അതിൽ പങ്കെടുക്കാനുള്ളൊരു ഭാഗ്യം ഇത്തവണയും നമുക്ക് കിട്ടി. പ്രത്യേകിച്ചും നരസിംഹ അവതാരം വിഷയമാക്കിക്കൊണ്ടൊരു പ്രഭാഷണം നടത്തുക, ഭാഗവതം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രീധരാചാര്യരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വേളയിലാണ് അദ്ദേഹം നരസിംഹ ഉപാസകനായിരുന്നു എന്ന് നമുക്ക് പിടികിട്ടുന്നത്. നരസിംഹത്തെ ഉപാസിക്കുക എന്ന് പറയുന്നത് എല്ലാവരും പേടിക്കുന്നൊരു സംഗതിയാണെങ്കിൽ കൂടി നരസിംഹ ഉപാസകനായിട്ടുള്ള മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നത് ആദിശങ്കരൻ്റെ ശിഷ്യനായ പത്മപാദരെയാണ്. മലയാളത്തിൻ്റെ തല എന്ന് പറഞ്ഞുകൊണ്ട് വള്ളത്തോൾ എഴുതിയ കൃതിയിൽ തല നീട്ടിക്കൊടുക്കുന്ന ആദിശങ്കരൻ കാപാലികന് തൻ്റെ തല എടുത്തുകൊള്ളാൻ സമ്മതിച്ചുകൊണ്ട് അതിന് തയ്യാറാകുന്ന സന്ദർഭത്തിൽ അക്കരെ നിന്ന് പുഴയുടെ ഉപരിതലത്തിൽ കൂടി കാലെടുത്തു വച്ച് കാൽപാദങ്ങളുടെ താഴെ പത്മം വിടർന്ന് വിരിഞ്ഞ് അത്തരത്തിൽ ഇക്കരെ ഓടിയെത്തിയിട്ട് കാപാലികനെ നിശേഷം നശിപ്പിക്കുന്ന പത്മപാദര് നരസിംഹ ഉപാസകനായിരുന്നു എന്ന്. അതുപോലെ തന്നെ നരസിംഹാവതാരം പ്രകടമായിട്ട് കാണുന്ന ഒരു സങ്കേതമാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി. അവസാന ഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ദുര്യോധനനും ദുശാസനാദികളെ അവരെ മുഴുവൻ നിഗ്രഹിക്കുന്ന വേളയിൽ രൗദ്രഭീമനിലൂടെ പ്രകടമാകുന്നത് ഈ നരസിംഹാവതാരമാണ്. ഇവിടെ ഈ നരസിംഹാവതാരം എന്ന് പറയുന്ന വിഷയം അത് കൈകാര്യം ചെയ്യുമ്പോൾ ആ ഘോര രൂപത്തെ, ഒരു ക്രൂരഭാവത്തെ സാത്വികപ്രധാനിയായിരിക്കുന്ന വിഷ്ണു അവലംബിച്ചു ഒരു നാടകം നടത്തി എന്നുള്ള ചിന്തയിൽ വേണം കടന്നു പോകാനായിട്ട്. പ്രത്യേകിച്ച് സപ്തമസ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ അവതരിക്കുന്ന ഈ സ്വരൂപത്തെ ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും എല്ലാവരും തന്നെ ഇങ്ങനെ പാടിപ്പുകഴ്ത്തുമ്പോൾ അവരെല്ലാവരും തന്നെ കൃതകൃത്യരാകുന്നുണ്ട്, കൃതാർത്ഥമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തുന്നുണ്ട്. അവിടെ പ്രഹ്ലാദകുമാരനും തൊഴുകയോടുകൂടി നാരായണനാമം ജപിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ സ്തുതിക്കുന്ന രംഗത്തേക്ക് അടുത്ത പ്രഭാഷണം കടക്കുകയും ചെയ്യും. പ്രഹ്ലാദന് എന്ത് കിട്ടി, അതുപോലെ ദേവന്മാർക്കും ഗന്ധർവന്മാർക്കും എന്ത് കിട്ടി എന്നുള്ള വിഷയമാണിവിടെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്. നരസിംഹാവതാരം നടക്കുന്നത് തന്നെ ഒരു അത്ഭുത കൃത്യമായിട്ട് നരനല്ല മൃഗവുമല്ലാത്തൊരവസ്ഥയിൽ ഭഗവാൻ അവതരിക്കുന്നതും അതും വട്ടത്തൂൺ പൊട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടി വരുന്നതും ഇന്നത്തെ കാലഘട്ടത്തിൽ നാടകമായിട്ട് മാറുന്ന ഒരു സ്ഥിതിവിശേഷം മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് മാത്രം.
സംസ്കാർ ടി വി ആയാലും നാസ്ത ടി വി ആയാലും നരസിംഹാവതാരം വരുമ്പോൾ പെട്ടി പോലെ ഒരു തൂണുണ്ടാക്കി വെച്ച് അതിൽ വേഷം കെട്ടിയിരിക്കുന്ന നരസിംഹത്തെ സത്യം വിധാതും നിജ പ്രത്യഭാഷിതം എന്ന് പറയുന്ന വേളയിൽ പുറത്തേക്ക് എടുത്ത് ചാടിച്ച് അത്തരത്തിലൊരു നാടകം നടത്തുന്ന രീതിയിലേക്ക് ഭാഗവതം മാറുമ്പോൾ അതൊരു പ്രഹസനമായിട്ടും അഥവാ ഒരു ഗോഷ്ഠി എന്നുള്ള രീതിയിലേക്ക് മാറുന്നതും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൂലം ഭാഗവതം കൊല്ലം ഭാഗത്ത് നടക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് നരസിംഹാവതാരം സംഭവിക്കുന്ന വേളയിൽ ലൈറ്റെല്ലാം തന്നെ ഓഫ് ചെയ്തിട്ട് ചുവന്ന ആ ബൾബിൻ്റെ പ്രകാശത്തിൽ കത്തുന്ന പന്തത്തിലേക്ക് തെള്ളി എറിഞ്ഞുകൊണ്ടൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതും കാണാനിടയായി. എന്തിനാണപ്പോൾ ഇത്തരത്തിലുള്ള ഗോഷ്ഠികളും പ്രഹസനങ്ങളും പ്രകടനങ്ങളും എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് പിടികിട്ടുന്നില്ല. ഭാഗവതത്തിൽ സപ്തമസ്കന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഷഷ്ഠസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നാരായണ കവചം നമ്മൾ ജപിക്കുമ്പോഴും അവിടെയും രണ്ടിടത്ത് നമ്മൾ സ്മരിക്കുന്നുണ്ട് ഈ നരസിംഹമൂർത്തിയെ. ലോകഭയം മാറിക്കിട്ടാനും നമ്മളെ എല്ലാ തരത്തിലും രക്ഷിക്കാനും വേണ്ടിയിട്ട് ആ മൂർത്തിഭേദത്തെ നമ്മൾ ഉപാസിക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ ഈ നരസിംഹഭാവത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഭാവത്തെ ഒരു ഉപാസനാ വിഷയമാക്കേണ്ടതുണ്ട്. അങ്ങനെ ഉപാസനാ വിഷയവും അത്തരത്തിൽ ഉപാസന നടത്തുമ്പോൾ പേടിക്കേണ്ടതില്ല. പ്രഹ്ലാദകുമാരന് യാതൊരു ഭയവും ഉണ്ടായില്ല. അതുപോലെ ഹിരണ്യകശിപുവിനും യാതൊരു ഭയവും ഉണ്ടായില്ല. കാരണം താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭഗവാൻ അവിടെ അവതരിച്ചു. എപ്രകാരമാണോ തൻ്റെ കാലൻ വരേണ്ടത്, അന്ത്യം കുറിക്കേണ്ടത്, അത് ആദ്യം തന്നെ നിശ്ചയിച്ചുറപ്പിച്ച് വരം വാങ്ങിയിട്ടുള്ള ഈ ഹിരണ്യകശിപുവിന് ഒട്ടും തന്നെ പേടിയില്ല. കാരണം തൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് താൻ ഭാവന നടത്തിയ, താൻ വിഭാവനം ചെയ്ത അതേ രീതിയിലുള്ള ചിത്രമാണ്. ഇവിടെയാണ് ഉപാസകന്റെ മനോധർമ്മം. അപ്പോൾ എല്ലാ തരത്തിലും ഭക്തൻ ഒരു മനോധർമ്മമുള്ളവനായിരിക്കണം. മനോധർമ്മത്തിലൂടെ ഭഗവാനെ രചിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഭഗവാന്റെ ചിത്രം വരച്ചുകൊണ്ട് ഉപാസിക്കാൻ തയ്യാറാകണം. രാജാ രവിവർമ്മ വന്നതിന് ശേഷം എത്രയെത്ര ചിത്രങ്ങളാണ് നമുക്ക് കിട്ടിയത്. രാജരാജേശ്വരി, ലളിതാപരമേശ്വരി ഇത്യാദി അതിസുന്ദരിമാരായിട്ടുള്ള ദേവിമാരുടെ സുന്ദരങ്ങളായിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ കിട്ടിയത് പിന്നാലെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ വച്ച് നമ്മൾ ഉപാസിക്കുമ്പോൾ, അതിനു മുമ്പ് ഈ ചിത്രം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ധ്യാനിച്ചിരുന്നു. ആ ധ്യാനത്തിലൂടെ ഈ നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളും ഒരു ധ്യാനാത്മകമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ഈ പ്രഭാഷണ വേളയിൽ കടക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്നേ ചെറുപ്രായത്തിൽ ഗുരുവായൂർ അമ്പലം കത്തിയ ആ സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് ഗുരുവായൂർ ചെല്ലുകയും അവിടെ വരച്ചു വച്ചിരുന്ന 2 ചിത്രങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടുമായിട്ട് ആനപ്പന്തലിൽ വച്ചിരുന്ന ആ ചിത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് ജപിച്ചത് ഓർക്കുന്നുണ്ട്. വളരെയേറെ നേരം, വളരെയേറെ കാലം. ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം എന്ന് ഇങ്ങനെ അനവരതം ആവർത്തിച്ച് ജപിച്ച് ശീലിച്ച സന്ദർഭം മനസ്സിലേക്ക് കടന്നു വരികയാണ്. മാണിക്യാദ്രിസമപ്രഭം നിജരുജാസന്ദ്രസ്ഥരക്ഷോഗണം ജാനുന്യസ്യ കരാംബുജം ത്രിനയനം രക്തോല്ലസൽഭൂഷണം ബാഹുഭ്യാം ധൃതചക്രശങ്കമനിശം ദംഷ്ടോഗ്രവക്രോല്ലസൽജ്വാലാജിഹ്വ മുദഗ്രകേശനിജയം വന്ദേ നൃസിംഹം വിഭും എന്നെല്ലാം ആ ചെറുപ്പകാലത്ത് ഭഗവാന്റെ ധ്യാനമെല്ലാം തന്നെ മനസ്സിലിട്ട് ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നിട്ട് കൂടി അവിടെ ചെന്ന് നിന്ന് ആ പടം കണ്ടുകൊണ്ട്, ആ പടത്തിൽ കാണിച്ചിരിക്കുന്ന ധ്യാനരൂപത്തിലല്ല, അനവധി കൈകളുണ്ട്, കൈകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധങ്ങളുണ്ട്, ഘോരമായിട്ടുള്ള ദംഷ്ട്ര കാണാം. ഹിരണ്യകശിപുവിൻ്റെ കുടലെല്ലാം തന്നെ വലിച്ചു വാരി എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. എല്ലാ തരത്തിലും ഭീകരമായിരിക്കുന്ന ആ അവതാര സ്വരൂപത്തെ കണ്ണും നട്ട് അകത്തേക്ക് നോക്കും. സുന്ദരനായിരിക്കുന്ന ആ ബാലഗോപാലനെ കാണും. എന്നിട്ട് മുകളിലേക്ക് നോക്കും, ഘോരരൂപമായിരിക്കുന്ന നരസിംഹമൂർത്തിയെ കാണും. അപ്പോൾ ഇത്തരത്തിൽ മാറിയും മറിഞ്ഞും ധ്യാനിച്ച് അത്തരത്തിൽ ശീലിച്ച ഒരു സമ്പ്രദായം ഒരു വിഷയമായിട്ട് ഇവിടെ കിട്ടിയപ്പോൾ വളരെ ആനന്ദത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആനന്ദം എന്ന് പറയാൻ കാരണം, ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നാം പ്രയത്നിക്കുന്നത്. സത്രമായാലും ഇതുപോലുള്ള യജ്ഞങ്ങളും അതുപോലെ യാഗഘോഷങ്ങളും ഇതെല്ലാം തന്നെ നമ്മൾ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ഏതൊരാനന്ദമാണോ നമുക്ക് കിട്ടുവാൻ ബുദ്ധിമുട്ടായിട്ട് ഈ ലോകത്ത് ഇപ്പോൾ കാണുന്നത്, അതിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായതുകൊണ്ട് ആ മാണിക്യാദ്രി സമപ്രഭം നിജരുജ സന്ദ്രസ്ഥ രക്ഷോഗണം ജാനുന്യസ്യ കരാംബുജം ധൃനയനം
രക്തോല്ലസൽ ഭൂഷണം ബാഹുഭ്യം ധൃതചക്രശങ്ക മനിശം ദംഷ്ടോഗ്ര വക്രോല്ലസജ്വാല ജിഹ്വമുദഗ്ര കേശ നിജയം വന്ദേ നൃസിംഹം വിഭും എന്ന് പറയുമ്പോൾ ആ ധ്യാനരൂപം നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയണം, ഉണ്ടാകണം. ആ ധ്യാനരൂപം ഇങ്ങനെ ഉടലെടുത്തിട്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്ന് സദാസമയവും അനുഗ്രഹവർഷം ചൊരിയുന്ന രീതിയിലേക്കാകുകയും വേണം. ഇന്നിപ്പോൾ ധ്യാനം എന്ന് പറയുന്നത് വെറുതെ ശ്ലോകം ഇങ്ങനെ ചൊല്ലുക, എന്നിട്ട് ധ്യാനിക്കാതെ പൂജയിലേക്ക് കടക്കുക. ഏതൊരു മൂർത്തിയായാലും അതിനെ മൂർത്തി എന്നുള്ള മട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു വിഗ്രഹം എന്നുള്ള ഭാവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കൈകാലുകളെല്ലാം തന്നെ ആരോപിതങ്ങളാണ്. ഈ ഭക്തൻ ആരോപിക്കുന്ന കൈകാലുകളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നാം ചിത്രം വരയ്ക്കുന്ന രീതിയിൽ വിഗ്രഹത്തിലേക്ക് നമ്മുടെ ഭാവന കൊണ്ട് ഈശ്വര വിഗ്രഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് ധ്യാനത്തിലേക്ക് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാ? സമാധിക്ക് വേണ്ടിയിട്ടാ. ധാരണ എന്ന് പറയുന്ന വ്യക്തമായിരിക്കുന്ന ഒരു ധാരണ കിട്ടാനായിട്ടൊരു ധ്യാന രൂപം ശ്ലോകരൂപത്തിലിട്ട് തന്നാൽ അതിലൂടെ വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടാക്കിയിട്ട് മന്ത്രം ഗ്രഹിച്ച ആ വ്യക്തി ആ ധാരണ ധ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് സമാധി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ നീറ്റില വര പോലെയാണ്, അർത്ഥശൂന്യമാണ്, യാതൊരു ഫലവുമില്ലാത്ത നിഷ്ഫലമായിട്ടുള്ള കാര്യമായിട്ട് തീരും. അതുകൊണ്ട് പ്രഹ്ലാദൻ്റെ കഥയെല്ലാം തന്നെ വായിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ട ഈ പ്രഭാഷണ വേദിയിൽ ഒരേ ഒരു അധ്യായം മാത്രം, 8ാമത്തെ അധ്യായം മാത്രം, അതിലടങ്ങിയിരിക്കുന്ന ഭഗവാന്റെ അവതാരത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രത്യേകിച്ചും നാരായണ കവചത്തിലെ 2 മന്ത്രങ്ങൾ കൂടി നിങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നില്ലെങ്കിൽ വളരെ കുഴപ്പമായി തീരും. കാരണം ഭാഗവതത്തിനൊരു ലക്ഷ്യമുണ്ട്. ഭാഗവത്തിൻ്റെ ലക്ഷ്യം ജയവിജയന്മാരെ പോലെ അധപ്പതിച്ചു പോയവർ വീണ്ടും തിരിച്ച് വന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരണം. ഗത്വാന നിവർത്തന്തേ എന്നുള്ള സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് അധപ്പതിച്ചതെന്തുകൊണ്ട് ഭാഗവതം പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ കർമ്മഗതി കൊണ്ടാണ്, കർമ്മവാസന കൊണ്ടാണ്, ഊതി എന്ന് പറയുന്ന കർമ്മവാസന കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് സപ്തമസ്കന്ധം പഠിപ്പിക്കുന്നു. ഏതായാലും ജയവിജയന്മാർ ഇങ്ങനെ ജയിച്ചും വിജയിച്ചും എത്തിയ സങ്കേതത്തിൽ നിന്ന് ഉരുണ്ട് താഴത്തേക്ക് അധപ്പതിച്ച അവസ്ഥയിൽ അസുരയോനിയിൽ പതിക്കാൻ ഇടയുണ്ടായത് അവർ സനകാദികളെ തടുത്തത് കൊണ്ടുമാണ്. നല്ല നിർദ്ദേശമാണ്. നമ്മൾ ആരും തന്നെ ദൈവാധീന കാര്യങ്ങൾക്ക് മുതിരുന്നവരെ തടുക്കാൻ പാടില്ല എന്ന്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ദൈവാധീന കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ അത് ആവർത്തിച്ചും അനുവർത്തിച്ചും ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്ന യാതൊരു സമ്പ്രദായവും അരുതേ എന്ന്. വളരെയേറെ കാലം നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ട്. 7.5 പൊന്നാന ഏറ്റുമാനൂരപ്പന് നഷ്ടമായ ആ കാലഘട്ടത്തിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, കാവൽക്കാരെന്തിനാ ഏറ്റുമാനൂരപ്പന്? നിഷേധസ്വരത്തിലോ അല്ലെങ്കിൽ ഈശ്വരനില്ലാത്ത യുക്തിസഹമായിരിക്കുന്നൊരു സമീപനമെന്ന് അവർ പറയും, ആ രീതിയിലോ എന്തിനാണപ്പോൾ ഏറ്റുമാനൂരപ്പന് കാവൽക്കാരൻ? അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കും, അകത്ത് കിടക്കുന്ന വിഷ്ണു, വൈകുണ്ഠവാസിയായിട്ടുള്ള വിഷ്ണു, അനന്തശായിയായിട്ടുള്ള വിഷ്ണു, അദ്ദേഹത്തിന് എന്തിനാ ഈ ജയവിജയന്മാർ 2 കാവൽക്കാര്? അദ്ദേഹത്തെ ആരെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുമോ? അവിടെ നിന്ന് തുടങ്ങണം നമ്മുടെ ചിന്ത. വൈകുണ്ഠവാസിയായിരിക്കുന്ന വിഷ്ണു ഭഗവാന്റെ കാവൽക്കാരെന്ന് പറയും പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാരെ. ചൂരൽക്കോലും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുന്ന ഇവർ സനകാദികൾ വന്നപ്പോൾ അകത്തേക്ക് കടത്തിവിട്ടില്ല. അതിൻ്റെ ആ കുറ്റം കൊണ്ടവർ താഴത്തേക്ക് അധപ്പതിക്കേണ്ടി വന്നു, അസുരയോനിയിൽ പതിക്കേണ്ടി വന്നു. ഹിരണ്യാക്ഷനായി നമ്മൾ ആ കഥാഗോളം തൃതീയ സ്കന്ധത്തിൽ വായിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ വരികയാണ് ജയവിജയന്മാരുടെ ആ സഹോദരങ്ങളിൽ ഒരുത്തൻ്റെ ആദ്യത്തെ ജന്മമാണ് നരസിംഹം ആയിട്ട് വന്ന് കൊല്ലാനായിട്ട് തയ്യാറെടുക്കുന്നത്. അത്തരത്തിലുള്ള അവതാരവേളയിൽ ജയവിജയന്മാർക്ക് പറ്റിയ അധപ്പതനമാണ് നാം ചിന്തിക്കേണ്ടത്. ഭഗവാനെ കണ്ടുകൊണ്ടിരുന്നിട്ടും ഭഗവാന്റെ സവിധത്തിൽ വർത്തിച്ചിട്ടും എന്തേ ഇത്തരത്തിലൊരു അധപ്പതനം വന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാനെ ഉറ്റുനോക്കുന്നില്ല. ഭഗവാന്റെ സവിധത്തിലേക്ക് എന്ന് സായുജ്യം എന്ന് പറയുന്ന പദവി ആർജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സാലോക്യമുണ്ടാകും, ശരിയാ, കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമീപ്യമുണ്ട്, അതും നല്ലത്. അതുപോലെ സാലോക്യവും സാമീപ്യവും മതിയോ? സാരൂപ്യം എന്ന് പറയുന്നത് വേണ്ടേ? അതുപോലെ സായുജ്യവും വേണ്ടേ? ഇതാണ് ചിന്താവിഷയം. എത്ര കാലത്തേക്ക് നാം സാലോക്യവും അതുപോലെ സാമീപ്യവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അത്ര കാലത്തേക്ക് നമുക്ക് അടുപ്പമെല്ലാം നല്ലത്. പക്ഷേ സാരൂപ്യം എന്ന് പറയുന്നൊരവസ്ഥ ആത്മഭാവത്തിലേക്ക് കടന്നുകൂടിയിട്ട് അതുമായിട്ട് ഇഴുകിച്ചേരുന്ന ആ സായുജ്യ പദവി കൂടി അലങ്കരിക്കാത്ത പക്ഷം നമ്മൾ താഴത്തേക്ക് അധപ്പതിക്കുമെന്നുള്ളൊരു പ്രത്യേക ഉപദേശമാണ് ആദ്യം നമുക്ക് കിട്ടുന്നത്. എന്തുമാകട്ടെ, ഇവിടെ രക്ഷിക്കാനായിട്ട് നരസിംഹത്തോട് 2 ശ്ലോകങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നാരായണ കവചത്തിൽ. വിശ്വരൂപൻ എന്ന് പറയുന്ന ഋഷി, അദ്ദേഹം വാസ്തവത്തിൽ അഭിനവ ദേവഗുരുവായിരുന്ന ബൃഹസ്പതി തിരോധാനം ചെയ്തപ്പോൾ കടന്നു വന്ന വിശ്വരൂപൻ എന്ന് പറയുന്ന ഗുരുശ്രേഷ്ഠൻ
ഇന്ദ്രദേവന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നാരായണ കവചം ഷഷ്ഠസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം. അതിൽ ഏറ്റവും ഒടുവിലത്തേതും അതിന് മുൻപുള്ളതും നമുക്ക് 2 തരത്തിലൊന്ന് ചിന്തിച്ചു നോക്കാം. വിദിക്ഷു ദിക്ഷു ഊർധ്വമതസമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹ. അപ്പം ഈ നരസിംഹൻ എന്ന് പറയുന്ന ഈശ്വരൻ, അദ്ദേഹം എവിടെയാണെന്ന് നാരായണ കവചം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. വിദിക്ഷു ദിക്ഷു, കിഴക്ക് തെക്ക് വടക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറെന്ന് പറയുന്ന ദിക്കുകളായാലും അതിൻ്റെ കോണുകളായാലും, അപ്പോൾ എല്ലാ തരത്തിലുള്ള ദിക്കുകളുമായി അഷ്ടദിക്കുകൾ, അതുപോലെ മുകളായി താഴെയായി, അതായത് ദിശകളുമായി. വിദിക്ഷു ദിക്ഷൂർധ്വമതസമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹ. അപ്പൊ എല്ലായിടത്തും രക്ഷിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന ഒരു ഈശ്വര സ്വരൂപമാണ് നരസിംഹം എന്ന് വന്നു. നമുക്ക് പെട്ടെന്ന് തോന്നുന്നൊരു മൂർത്തിയായിട്ട് വന്നതുകൊണ്ട് വളരെയേറെ ചുരുങ്ങിയ ഒരു ഭാവമാണ് ഇദ്ദേഹത്തിനുള്ളത് എന്ന് ഘോരരൂപമാണെങ്കിൽ തന്നെ പൊട്ടിപ്പിളർന്ന തൂണിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നതുകൊണ്ട് അദ്ദേഹം ഒരു വിഗ്രഹത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്ത അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിദുക്ഷു ദിക്ഷൂർധ്വമതസമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹ പ്രഹാഭയം ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്ത തേജ. സ്വന്തം തേജസ്സിൽ എല്ലാ തേജസ്സുകളും ഉൾക്കൊള്ളുന്ന അപാരമഹിമ മുറ്റിയേൽക്കുന്ന ഈശ്വര സ്വരൂപമാണ് ഈ നരസിംഹമൂർത്തി എന്ന് കവചത്തിലൂടെ മനസ്സിലാക്കാം. അപ്പൊ ഈ നരസിംഹമൂർത്തിയെ നമ്മൾ ഉപാസിക്കുന്നത് ലോകഭയം വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ജനിച്ചു വീണ നമ്മൾ ഓരോ നിമിഷവും ഭയപ്പെട്ട് കാലം കഴിച്ചു കൂട്ടുകയാണ്. ഈ ഭയപ്പാടിന് കാരണം എന്താ? സത്യത്തിൽ ഈശ്വര ചിന്തയില്ലാത്തതുകൊണ്ടും നിശ്ചയദാർഢ്യമില്ലാത്തതുകൊണ്ടും അർപ്പണബോധമില്ലാത്തതുകൊണ്ടുമാണ്. നമ്മൾ അഭയമെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്താത്തത് കൊണ്ടാണ്. എല്ലാ തരത്തിലും ഈശ്വരൻ്റെ അഭയമെന്ന് പറയുന്ന ഭാവത്തെ ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയപ്പെടാനായിട്ട് യാതൊന്നുമില്ല. അങ്ങനെ നിർഭയമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. ലോകഭയമില്ലാത്ത രീതിയിൽ നമുക്ക് പോകാം. സംസാരഭയം, ജനിച്ചും മരിച്ചും കാലം കഴിച്ചുകൂട്ടുന്ന അത്തരത്തിലുള്ള ഭയത്തിൽ നിന്ന് മുക്തി കിട്ടാനാണ് ഈശ്വര സേവ. നിങ്ങൾ ദശമസ്കന്ധത്തിലേക്ക് ചെല്ലുമ്പോൾ കാലത്തിൻ്റെ ചക്രമായിരിക്കുന്ന കാലനീമിയായിരിക്കുന്ന കംസൻ ഭഗവാനെ കണ്ടപാടെ തന്നെ ഉരുണ്ടു വീണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കൂടുവിട്ട് ആ ജീവൻ പോകുന്നത് കാണാം. അപ്പോൾ ഈശ്വര ദർശനം എന്ന് പറയുന്ന സാക്ഷാത്കാരം, അതിലൂടെ നാം സാധിക്കുന്നതെല്ലാം തന്നെ ലോകഭയം മാറുക, ജനനമരണ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുക, സംസാരത്തിൽ അകപ്പെടാതിരിക്കുക, ആ മോക്ഷം എന്ന് പറയുന്ന സായുജ്യ പദവി അത് അലങ്കരിക്കാനായിട്ട് അനുഗ്രഹിക്കുക, ലോകഭയം ഇല്ലാതെയാക്കുക എന്ന്. പ്രഹാഭയം ലോകഭയം സനേന സ്വതേജസാഗ്രസ്ത സമസ്ത തേജ. ഭഗവാന്റെ അട്ടഹാസമായാലും അങ്ങനെ അലറുന്ന സമ്പ്രദായത്തിൽ വരുമ്പോൾ ലോകം മുഴുവൻ എല്ലാ തരത്തിലും കിടുകിട വിറയ്ക്കുന്ന രീതിയിലുള്ള അട്ടഹാസം, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയുകയാണ് നരസിംഹമൂർത്തിയോട്. എന്തുകൊണ്ട് സ്നേഹത്തോടുകൂടി ഇദ്ദേഹത്തെ ഉപാസിച്ചുകൂടാ? നമ്മളെല്ലാവരും തന്നെ ഉപാസനാമൂർത്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഭീകരരൂപങ്ങളെ തിരഞ്ഞെടുക്കുന്ന ശത്രുവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവിടെ ശത്രു എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ട് പരസ്പരം സംസാരത്തിലുണ്ടായ വാഗ്വാദം മൂലമുണ്ടായ ശത്രുത്വവുമാണ്. അപ്പോൾ എല്ലാ തരത്തിലും വ്യക്തിഗതമായിട്ടുള്ള വിരോധം അത് വച്ചുപുലർത്തുന്ന വ്യക്തികൾ ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപാസിക്കുന്ന ഘോരരൂപങ്ങളിൽപ്പെട്ട ഒന്നായിട്ട് തോന്നും ഈ പറയുന്ന നരസിംഹഭാവം. നിങ്ങൾ അനന്തപത്മനാഭന്റെ, അതായത് തിരുവനന്തപുരത്തുള്ള അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി കാണും. അകത്തേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ ഇത്തരത്തിലുള്ള നരസിംഹത്തിന്റെ രൂപം, പ്രതിഷ്ഠാ വിഗ്രഹം കാണാം. പണ്ട് ആരോ ഈ നരസിംഹമൂർത്തിയുടെ ശല്യം മൂത്തിട്ട് കയ്യ് തല്ലി ഒടിച്ചു എന്നൊരു കഥയും കേൾക്കുന്നുണ്ട്. ഒരു കൊല്ലക്കാലം തിരുവനന്തപുരത്ത് പഠിക്കാനിടയായ ആ സന്ദർഭത്തിൽ കണ്ടു മനസ്സിലാക്കിയ ഇദ്ദേഹത്തിന്റെ ചൈതന്യവത്തായിരിക്കുന്ന വിഗ്രഹം എല്ലാ തരത്തിലും സംരക്ഷണമേകാനുള്ളതാണ്. ഏതായാലും കുളം തോണ്ടാം, അല്ലെങ്കിൽ കലവറകളും നിലവറകളും എല്ലാം തന്നെ പൊളിച്ചു നോക്കാം. എത്രമാത്രം സ്വത്തുക്കാരനാണ് ഈ അനന്തപത്മനാഭനെന്നറിയാം. എല്ലാ തരത്തിലും കോടതിയെ സമീപിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം തന്നെ വഷളാക്കാമെന്ന് ചിന്തിച്ചവർ ഓരോരുത്തരായിട്ട് ഇല്ലാതെ പോകുന്നതും ഈ നരസിംഹത്തിന്റെ സാന്നിധ്യം മൂലമാണ്. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ തലത്തിലും ഈ നരസിംഹത്തിന്റെ ഭാവം നമ്മൾ കാണുകയാണ്. അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉച്ചപൂജാ സമയത്ത് പ്രചണ്ഡമായിരിക്കുന്ന ധ്വനിയോടുകൂടി ഉച്ചപൂജ നടത്തുമ്പോൾ അകത്ത് വിരാജിച്ചുള്ള ശ്രീകൃഷ്ണ പരമാത്മാവ് ബാലഗോപാലനല്ല. ഗർഗഭാഗവതത്തിൽ ഗർഗാചാര്യൻ പറയുന്ന പോലെ നകാരം കൊണ്ട് നരസിംഹമാണ് കൃഷ്ണ ശബ്ദത്തിൽ. കൃഷ്ണ എന്ന് പറയുന്ന ശബ്ദത്തിൽ നകാരം കൊണ്ട് അദ്ദേഹം നരസിംഹമാണെന്നുള്ള ഭാവത്തിലാണ് ഉച്ചപൂജ വേള. പ്രചണ്ഡമായിരിക്കുന്ന ചെണ്ടയും അതുപോലെ എല്ലാ കോലാഹലങ്ങളും. അത്തരത്തിൽ ഈ പറയുന്ന നാലമ്പലത്തിന്റെ അകത്ത് വളരെ ബഹളത്തോടുകൂടി ഉച്ചപൂജ നടത്തുമ്പോൾ അവിടെ അവതരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് അത്തരത്തിൽ പൂജിക്കപ്പെടുന്ന നരസിംഹഭാവത്തെയാണ്. ശത്രുക്കളെ എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ശത്രുത്വം വച്ച് പുലർത്തുന്ന വ്യക്തികളെ നിഗ്രഹിക്കാനല്ല,
വളരെ വ്യക്തമായിട്ടും ഭാഗവതം പഠിക്കുന്ന നമുക്ക് ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്ന രീതിയിൽ തന്നെ വേണം ശത്രുക്കളെ കാണാൻ. കാമക്രോധാദികളാകുന്ന ഷഡ്വൈരികളെ നിശേഷം നശിപ്പിക്കലല്ലാതെ നരസിംഹമൂർത്തിയോട് വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഭദ്രകാളി രൂപത്തിൽ നമ്മൾ ദേവിയെ ഉപാസിക്കുമ്പോഴും ശത്രുവിനെ ഹനിക്കാൻ പറയുമ്പോൾ അയൽവക്കക്കാരനെ നിഗ്രഹിക്കാനുള്ള പ്രാർത്ഥനയല്ല. അതിന് പകരമായിട്ട് നമുക്ക് വേണ്ടത് കാമക്രോധാദികളാകുന്ന നമ്മുടെ ശരീരന്തർഗതമായിട്ടുള്ള ഷഡ്വൈരികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷഡ്ഗ്രന്ഥികൾ എന്ന് പറയുന്ന ഷഡ് ആധാരങ്ങളിൽ വർത്തിക്കുന്ന കാമക്രോധാദികൾ, അതിനെ നിഗ്രഹിച്ചുകൊണ്ട് നാം മുകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നരസിംഹൻ തന്റെ അവതാരം നടക്കുന്ന ഹിരണ്യകശിപുവിനെ വെറുതെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ടല്ല. അയാളിൽ അടങ്ങിയിരിക്കുന്ന ചൈതന്യം എന്താണെന്ന് ഭഗവാൻ അറിയാം, അയാൾക്കും അറിയാം. പക്ഷേ കാലഗതി കൊണ്ട്, കർമ്മത്തിൻ്റെതായിട്ടുള്ള തകരാറ് കൊണ്ട് അയാൾ ഇങ്ങനെ അധപ്പതിച്ച് ജനിച്ചു എന്ന് മാത്രം. പോകേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. നമ്മൾ എല്ലാവരും തന്നെ പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ ജനിച്ചവരാണ്. നമ്മൾ ഉരുണ്ടു വീണോ പ്രസവിക്കപ്പെട്ടു എന്നുള്ളത് ശരി, എങ്കിൽ തന്നെ നമുക്ക് എത്തേണ്ട സ്ഥലം അന്യത്ര. യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന വൈകുണ്ഠത്തിലേക്ക് എത്തണമെങ്കിൽ കാമക്രോധാദികളാകുന്ന ഷഡ്വൈരികൾ പോകണം, ഷഡ്ഗ്രന്ഥികളെല്ലാം തന്നെ മുറിയണം, അത്തരത്തിൽ ഈ ഷഡ്ചക്രങ്ങളെയെല്ലാം തന്നെ ഭേദിക്കണം. അങ്ങേയറ്റത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ മസ്തിഷ്കത്തിന്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലേക്ക് എത്താതെ നിവർത്തിയില്ല. എന്തെന്നില്ലാത്തൊരു ആരോഹണമാണ് നരസിംഹാവതാരത്തിന്റെ ഒരു പടിയിലൂടെ സാധിക്കുന്നത്. ഹിരണ്യകശിപുവിനും അതുപോലെ ഹിരണ്യാക്ഷനും അവർ രണ്ടുപേരും വാസ്തവത്തിൽ വരാഹാവതാരത്തിലൂടെയും നരസിംഹാവതാരത്തിലൂടെയും സാധിച്ചത് പടി കയറി. ഇന്നിപ്പോൾ പടി കയറുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. 18 പടി കയറിക്കൊണ്ട് ഇന്ന് 41ാമത്തെ ദിവസം മണ്ഡലപൂജയെല്ലാം തന്നെ നടക്കുന്ന ശബരിമലയിലും 18 പടികൾ കടക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രയത്നമാണ്. അവിടെ പടികൾ കടക്കുക എന്ന് പറയുമ്പോൾ സോപാനങ്ങൾ പലത് കടന്നുകൊണ്ട് ഊർധ്വഗതി നമ്മൾ സമ്പാദിക്കുന്ന രീതിയാണ്. മുകളിലേക്ക് പോയി നമ്മൾ എത്തേണ്ടയിടത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയാണം നിർത്താം. അവിടെയാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത. എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളും ഗീതാവചനങ്ങളും എന്ന് വേണ്ട എല്ലാ സംഗതികളും നമ്മളെ പഠിപ്പിക്കുന്ന അത്തരത്തിലാണ്. എത്തേണ്ടയിടത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അതുപോലെ എത്തേണ്ടയിടത്ത് എത്താൻ പറ്റാതെ താഴത്തേക്ക് ഉരുണ്ടു വീണുപോയ കഥാപാത്രം, അയാളെ സംബന്ധിച്ചിടത്തോളം നരസിംഹാവതാരം കൊണ്ട് അദ്ദേഹത്തിൽ കിടക്കുന്ന കർമ്മവാസന ഏതൊരു ദുഷിച്ച രക്തം കൊണ്ടാണോ ഇത്തരത്തിൽ അധപ്പതിക്കാനിടയായത്, അതിൽ നിന്ന് മോചനം കിട്ടാനുള്ള ഈ അവതാരം കൊണ്ടും നാരായണ കവചം ആവശ്യപ്പെടുന്നത് എന്താ? ലോകഭയം മാറ്റിത്തരാൻ. പ്രഖാപയം ലോകഭയം സ്വനേന. ലോകഭയം ഈ പറയുന്ന സംസാരഭയം, ജനന മരണ ദുഃഖം. അപ്പൊ ഇതെല്ലാം തന്നെ നീക്കിത്തരാൻ വേണ്ടിയിട്ടാണ് സകല ലോകത്തും എല്ലായിടത്തും ഒരുപോലെ വർത്തിക്കുന്ന ഈശ്വരൻ നരസിംഹത്തെ നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോൾ ഘോരരൂപമാണെങ്കിൽ തന്നെ മാണിക്യാദ്രി സമപ്രഭം എന്നെല്ലാം പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആ ധ്യാനക്രമത്തിൽ പേടിക്കേണ്ടതല്ല. പേടിക്കേണ്ടത് കാമാദി 6 ശത്രുക്കളെയാണ്. ആ പേടിക്കേണ്ട ശത്രുക്കളെയെല്ലാം തന്നെ നിശേഷം നശിപ്പിക്കാനുള്ള ഒരു ഉഗ്ര അവതാര സ്വരൂപമാണ് നരസിംഹം. ഇനി അടുത്തൊന്ന് നോക്കൂ, മറ്റൊരു ശ്ലോകം നാരായണ കവചത്തിലേത്? ദുർഗേഷു അടവി ആജി. അപ്പോൾ ഈ പറയുന്ന കാടായാലും യുദ്ധമായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദുർഗേഷുടവ്യാജി മുഖാദിഷു പ്രഭോ പായാം നൃസിംഹോ അസുരയൂഥപാരി. നരസിംഹത്തിന്റെ അട്ടഹാസം കേട്ടാൽ ലോകം മുഴുവൻ നടുങ്ങും എന്ന് പറയുന്ന പോലെ തന്നെ അസുരന്മാരെല്ലാവരും ഇങ്ങനെ പേടിച്ചരണ്ടു പോകുന്ന അദ്ദേഹം വിമുഞ്ചതോയസ്യ മഹാട്ടഹാസം, അദ്ദേഹത്തിന്റെ അലർച്ച കൊണ്ട് നമ്മൾ രക്ഷിക്കാനാണ്. അപ്പോൾ ഈ നരസിംഹത്തിന്റെ അലർച്ച എന്ന് പറയുന്നത് ഓംകാരധ്വനി പോലെയാണ്. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടമായിരിക്കുന്ന നാദത്തെ പോലെയാണ്. ആദിയിലുണ്ടായ ശബ്ദത്തെ പോലെയാണ്. ഏതൊരു ശബ്ദം കൊണ്ടാണോ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത്, അത്തരത്തിലുള്ള ശബ്ദമായിട്ട് ഈ അട്ടഹാസത്തെ കാണാൻ കഴിഞ്ഞാൽ അവിടെ രക്ഷയായി. ദിശോ വിനേതുർണ്യപദം ശഗർഭാഹ. അപ്പൊ എല്ലാ തരത്തിലും 2 ശ്ലോകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി എടുത്തിട്ടതാണ്. നാരായണ കവചം കാഷ്വലായിട്ട് യാന്ത്രികമായിട്ട് വായിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിൽ പാരായണം ചെയ്തും പോകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ 2 ശ്ലോകങ്ങൾ അർദ്ധഗർഭങ്ങളാണ്. അവിടെ 2ഇടത്തും നമ്മൾ ധ്യാനിക്കുന്നത് ഈ നരസിംഹമൂർത്തിയെ തന്നെയാണ്. നമ്മളിൽ ഉണ്ടാകുന്ന ഭയം, ജനനമരണം എന്ന് പറയുന്ന വളരെ കടുത്ത ഭയമാണ്, സംസാര ദുഃഖം, അത് ഇല്ലാതെയാക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഉപാസിക്കണമെന്ന് ആമുഖമായിട്ട് പറഞ്ഞ് അടുത്ത ഒരു കാര്യവും കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പത്മപാദരെ നരസിംഹ ഉപാസകനാണ് എന്ന്. പക്ഷേ പത്മപാദരെന്ന് പറയുന്ന ആചാര്യസ്വാമികളുടെ ആ ശിഷ്യൻ, 4 പേരിലൊരുത്തൻ, അദ്ദേഹം കാടുപോകി കാട്ടിൽ ചെന്നിരുന്ന തപസ്സനുഷ്ഠിക്കുന്ന രംഗം വള്ളത്തോളിന്റെ ഒരു കൃതിയിൽ പണ്ട് വായിച്ചത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ചാത്തന്റെ സൽഗതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൃതി. ഏതായാലും ഈ പറയുന്ന പത്മപാദരെ വളരെ ശ്രദ്ധയോടുകൂടി നേരത്തെ ചൊല്ലിയ ധ്യാനവും മാണിക്യാദ്രി സമപ്രഭം നിജരുജാസന്ദ്രസ്ഥ രക്ഷോഗണം ഇത്യാദി
ആ ധ്യാനക്രമങ്ങളും അതിനെ തുടർന്ന് ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം എന്നുള്ള മന്ത്രമൊക്കെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഞാനും നിങ്ങളുമെല്ലാം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളും മന്ത്രം ഗ്രഹിച്ചിങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. മന്ത്രം ജപിച്ച് ജഡമായി കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നമഃശിവായ ജപിക്കുന്നുണ്ട്, നാരായണ ജപിക്കുന്നുണ്ട്, ഭാഗവതം കേൾക്കുന്നുണ്ട്, അതുപോലെ വിഷ്ണു സഹസ്രനാമം എല്ലാം തന്നെ അനവരതം ജപിക്കുന്നുണ്ട്, അധികമായിട്ട് ജപിച്ചു കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ജഡത്വമാണ് ചൈതന്യത്തെ നമുക്ക് കിട്ടുന്നില്ല എന്ന്. ജഡമെന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ അവസ്ഥ വീണ്ടും വീണ്ടും അവശേഷിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അന്തര്യാമിയായിട്ടുള്ള ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ഈശ്വരനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവൾ ജപം കൊണ്ട് കേട് സംഭവിക്കുക, ജപം കൊണ്ട് കോട്ടം സംഭവിക്കുക. എന്തേ ഇതിന് കാരണം? അവിടെ ജപം എന്ന് പറയുന്നത് അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നില്ല. നമ്മൾ ഏതൊരു മന്ത്രം ജപിക്കുമ്പോഴും ആ മന്ത്രത്തിൽ അടങ്ങിയിരിക്കുന്ന കാര്യം ജപിക്കണം. ആ മനസ്സിലാക്കിക്കൊണ്ട് വേണം ജപിക്കാനായിട്ട്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാം. ഉഗ്രം വീരം മഹാവിഷ്ണു കൊള്ളാം. നല്ല ഉഗ്രമായിരിക്കുന്ന ഒരു സ്വരൂപമാണ് ഭഗവാന്റേത്. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം. അതും നന്ന് ഒരു സിംഹത്തിന്റെ രീതിയിൽ തന്റെ തലമുടിയെല്ലാം തന്നെ ഇങ്ങനെ അഴിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് അതെല്ലാം തന്നെ ആ കേസരം അല്ലെങ്കിൽ ഈ ജട എല്ലാം തന്നെ ഇങ്ങനെ പറക്കുന്ന രീതി. അപ്പോൾ എല്ലാ തരത്തിലും ജ്വലന്തമായിരിക്കുന്ന അവസ്ഥ. കണ്ണെല്ലാം തന്നെ തുറിച്ചും കണ്ണെല്ലാം തന്നെ ജ്വലിച്ചും കണ്ണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചും എല്ലാം തന്നെ ദംഷ്ട്രകളെല്ലാം തന്നെ പുറത്തേക്ക് പ്രകടിപ്പിച്ചും അതേ രീതിയിൽ ഘോരമായിട്ടുള്ള രൂപമാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം. മന്ത്രത്തിന്റെ ആദ്യത്തെ 2 പാദങ്ങൾ വളരെ നല്ലത്. നൃസിംഹം ഭീഷണം ഭദ്രം മൂന്നാമത്തേത്. അല്ലയോ നൃസിംഹ ഭഗവാനെ, ഭഗവാനോട് പറഞ്ഞ നൃസിംഹം ഭീഷണം ഭദ്രം. വളരെ ഭീകരമായിരിക്കുന്ന നിന്റെ സ്വരൂപം വളരെ ഭദ്രത്തെ പ്രദാനം ചെയ്യുന്നതാണ് പോലും. ഭീകരമാണെങ്കിൽ കൂടി ഭദ്രം എന്ന് പറയുന്ന സുഭദ്രമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നു. വളരെ സേഫാക്കി നമ്മളെ മാറ്റുന്നു എന്ന്. നമ്മുടെ സേഫാകാൻ എന്താ മാർഗം? ശരീരത്തിലേക്ക് കടന്നുകൂടിയ നമ്മൾ എല്ലാവരും തന്നെ അതിൽ നിന്ന് വിടുതൽ നേടി വീണ്ടും ഒരു ശരീരത്തിലേക്ക് കടക്കാതിരുന്നാൽ നമ്മൾ സേഫായി. ഭദ്രം എന്ന് പറയുന്നത് അതാ. നമ്മൾ ജനിച്ചുപോയത് കൊണ്ടാണ് ഇവിടെ വന്നിങ്ങനെ കുത്തിയിരുന്നു കൊണ്ട് പലതും കേട്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ പോകുന്നത്. ശരീരരക്ഷയിട്ടാൽ പോലും ഈ ആത്മരക്ഷ കിട്ടുകയില്ല. എന്താ ശരീരരക്ഷ? നരസിംഹ യന്ത്രമെല്ലാം തന്നെ എഴുതിക്കൊണ്ടൊരു കൂട്ടിലാക്കി കഴുത്തിൽ കെട്ടിത്തൂക്കിയാൽ രക്ഷ എന്നാണ് പേര്. പക്ഷെ അത് ദേഹരക്ഷയാണ്. അപ്പോൾ ദേഹരക്ഷ കൊണ്ട് കാര്യമില്ല. ദേഹം ജീർണിക്കാനുള്ളതാണ്, നശിക്കാനുള്ളതാണ്, മരിക്കാനുള്ളതാണ്. പക്ഷെ മരിക്കാത്ത അന്തർലീനമായി കിടക്കുന്ന ചൈതന്യത്തെ രക്ഷിക്കാൻ എന്താ മാർഗം? എവിടെ നിന്ന്? ശരീരരക്ഷയേക്കാൾ ശരീരത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന അതിനെ പുറത്തേക്കെടുത്ത് രക്ഷിക്കാനുള്ള മാർഗം എന്താണ്? 4ാമത്തെ പാദം ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം. 4ാമത്തേത് മൃത്യും നമാമ്യഹം. ഈ 4ാമത്തെ പാദം ജപിക്കുമ്പോൾ നമ്മൾ മനനം ചെയ്യുന്നില്ല. ഉഗ്രം വീരം എന്ന് പറയുന്നത് ജപിക്കാറുണ്ട്, ഹോമിക്കാറുണ്ട്. 336 സംഖ്യ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജ്യോത്സ്യന്മാർ എഴുതാറുണ്ട് ചാർത്തില്. മന്ത്രവാദികളും പൂജകന്മാരും അല്ലെങ്കിൽ ഹോതാക്കളെല്ലാം നിന്ന് ഹോമിക്കാറുണ്ട്. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. 4ാമത്തെ പാദത്തിൽ അന്തർലീനമായി കിടക്കുന്ന രഹസ്യം, അതിലടങ്ങിയിരിക്കുന്ന പരമാത്മ സത്യം അഥവാ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുള്ള പരമാത്മ സ്വരൂപം, അതിനെപ്പറ്റി മറന്നിട്ടാണ് ഹോമം മുഴുവൻ. മൃത്യുമൃത്യും വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഈ നരസിംഹമന്ത്രം, അതിൽ മൃത്യുമൃത്യും എന്ന് പറയുന്നത് കൊണ്ട് മരണത്തെ അതിജീവിക്കാനുള്ളൊരു മന്ത്രമാണെന്ന് വന്നില്ലേ? മരണത്തിന് കാരണം എന്താ? ശരീരമുണ്ടായത് കൊണ്ടാണ്. നമ്മൾ ശരീരമുള്ളത് കൊണ്ട് താലോലിച്ചു കൊണ്ടു നടക്കുന്നു. ആഹാരാധികാരങ്ങൾ കഴിച്ചുകൊണ്ട് അതിന് ഒരിക്കലും രോഗം വരാത്ത രീതിയിൽ മരുന്നും മന്ത്രവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ശരീരത്തെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഈ ശരീരം ശാശ്വതമല്ല എന്നൊരു ബോധം നമുക്കില്ലാതെ പോകുന്നു. നമ്മൾ ഭൂമിക്ക് അട്ടിപ്പേറാണ് എന്നുള്ള രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. നമ്മൾ സമ്പാദിക്കുന്നതും കൊണ്ടു നടക്കുന്നതും കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതും ഒരിക്കലും മരണമില്ലാത്തൊരവസ്ഥ എനിക്കുണ്ട് എന്നുള്ള മട്ടിലാണ്. അത്തരത്തിലുള്ളതെല്ലാം തന്നെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന് മൃത്യുവിന്റെ മൃത്യുവായിരിക്കുന്ന ഭഗവാനെ നിനക്ക് നമസ്കാരം. മൃത്യുമൃത്യും നമാമ്യഹം. അപ്പോൾ ഈ മൃത്യുമൃത്യും നമാമ്യഹം എന്ന് പറയുമ്പോൾ മരണത്തെ അതിജീവിക്കാനുള്ളൊരു മന്ത്രമല്ലേ ഇത്? മരണത്തെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പരീക്ഷിത്ത് മഹാരാജാവ് ഇരിക്കുന്നത് മരണത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം ഭാഗവതം കേൾക്കുന്നത് മുഴുവൻ മരണാതീതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയത്തെ അതിജീവിച്ചുകൊണ്ട് തുരീയ എന്ന് പറയുന്ന ആത്മഭാവത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മരിക്കാതിരിക്കാൻ എന്താ വിദ്യ? ജനിക്കാതിരിക്കുക എന്ന് പറയൽ എളുപ്പമാണ്. ജനിക്കാതിരിക്കാൻ എന്താ വിദ്യ എന്ന് ചോദിച്ചാൽ ആത്മഭാവത്തെ ആർജിക്കുക.
ഒരു ശരീരത്തെ കണ്ട് കൊതിവുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ, ജനിക്കാനുള്ള ഇട കൊടുക്കാതെ, ജനിക്കാനുള്ള ഇട എന്ന് പറഞ്ഞത് മനഃപൂർവ്വം നിങ്ങൾ ശ്രദ്ധിക്കുക, ജനിക്കാനുള്ള ഇട എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ ബാക്കി വെച്ചുകൊണ്ട് മരിക്കുക. അപ്പോൾ എല്ലാ തരത്തിലും കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് സർവധർമ്മൻ പരിത്യജ്യ മാമേക ശരണം വ്രജ എന്ന് പറയുന്ന രീതിയിൽ ശരീരത്തെ ത്യജിച്ചാൽ പിന്നെ ജനിക്കേണ്ട ഗതികേട് വരില്ല. അങ്ങനെ ജനിക്കാതിരിക്കാൻ എന്ത് വേണം? അല്ലയോ നരസിംഹ ഭഗവാനെ, എൻ്റെ മൃത്യുവിനെ നീ ഹനിക്കണം, മരണത്തെ ഇല്ലാതെയാക്കണം എന്ന് പറഞ്ഞാൽ മൃത്യുവിൻ്റെ തലയിൽ ചവിട്ടി മുകളിലേക്ക് കയറിയ ധ്രുവന്റെ കഥ കുറച്ചു മുമ്പ് വായിച്ച് മുന്നോട്ട് പോയതേ ഉള്ളൂ. ചതുർത്ഥ സ്കന്ധം പാരായണം ചെയ്തപ്പോൾ ധ്രുവന്റെ കഥകളെല്ലാം തന്നെ വായിച്ചപ്പോൾ അദ്ദേഹം മൃത്യു എന്ന് പറയുന്ന മരണദേവന്റെ തലയിൽ ചവിട്ടിയിട്ടാണ് ധ്രുവനക്ഷത്രമായിട്ട് പരിലസിക്കുന്നത്. എല്ലായിടത്തും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിൽ അങ്ങേയറ്റത്തൊരു പദവി അലങ്കരിക്കുന്ന ധ്രുവകുമാരൻ ഇന്നിപ്പോൾ വാസ്തവത്തിൽ മൃത്യുവിന്റെ മസ്തകത്തിൽ ചവിട്ടി മൃത്യുവിന് അതീതമായിരിക്കുന്ന മരണത്തെ അതിജീവിച്ച ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തി. അതുതന്നെയാണ് ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. അല്ലയോ നരസിംഹമൂർത്തിയെ, നിന്നെ ഞാൻ ഇതാ ധ്യാനിക്കുന്നത്, നമിക്കുന്നത്. എൻ്റെ മൃത്യു എന്ന് പറയുന്ന വക്രത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം, മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇനി വായിക്കാനിരിക്കുന്ന പഞ്ചമസ്കന്ധത്തില് പ്രത്യേകിച്ചും ഋഷഭൻ എന്ന് പറയുന്ന അവതാരപുരുഷൻ തൻ്റെ മക്കളോട് നൽകുന്ന ഉപദേശത്തിൽ വളരെ വ്യക്തമായിട്ടും പറയും. ഗുരുർന സസ്യാത് എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് നമ്മൾ ഗുരുവായിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനായിരിക്കണമെങ്കിൽ, ഭർത്താവായിട്ടിരിക്കണമെങ്കിൽ, ഒരു ബന്ധുവായിട്ടിരിക്കണമെങ്കിൽ, ഈശ്വരൻ പോലും ആകണമെങ്കിൽ മൃത്യുവക്രത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായിരിക്കണം എന്ന് നല്ലൊരു ഉപദേശമാണ്. ആര് അടുത്തുകൂടിയാലും നമ്മളെ പ്രപഞ്ചത്തിലേക്ക് വലിച്ചഴയ്ക്കുന്ന രീതിയിലാകരുത് എന്നും, നമ്മൾ പ്രാപഞ്ചികനാകരുത് എന്നും, പ്രാപഞ്ചികത നമ്മളെ അലട്ടുന്ന രീതിയിലേക്ക് അധപ്പതിക്കരുത് എന്നും, അച്ഛൻ മക്കളെ രക്ഷിച്ചുകൊണ്ട് മൃത്യുവക്രത്തിൽ നിന്ന് മോക്ഷ കവാടം കാണിച്ചു കൊടുക്കുന്നവനായിരിക്കണമെന്നും, ഭാര്യയ്ക്ക് ഭർത്താവും അത്തരത്തിൽ തന്നെ ഗുരുവിന് ശിഷ്യനും അതുപോലെ തന്നെ അത്തരത്തിൽ മൃത്യുവിന്റെ വക്രത്തിൽ നിന്ന് രക്ഷിക്കാനുള്ളൊരു മഹാമന്ത്രമാണ് നരസിംഹ അവതാരം എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നാം ആദ്യം ഗ്രഹിക്കേണ്ടത്, അദ്ദേഹത്തെ ധ്യാനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്ന് ചോദിച്ചാൽ മരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. മൃത്യും എന്ന് പറയുന്ന അവസ്ഥയിൽ എന്ത് മരണമാണ് അവിടെ ഇല്ലാതെയാക്കിയത്? ശരീരത്തിനുണ്ടാകുന്ന മരണം. ശരീരത്തിനുണ്ടാകുന്ന മരണം ഇല്ലാതെയാകണമെങ്കിൽ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടണം. ശരീരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ശരീരം എന്ന് പറയുന്ന ഒരു അവിദ്യാരൂപി ആവരണമാണെന്നുള്ള ഭാഗവത ബോധം നമുക്കുണ്ടാകണം. ഈ ശരീരം എന്ന് പറയുന്ന അവിദ്യാരൂപി ആവരണമാണ്. ഇന്ന് നമ്മളെല്ലാവരും തന്നെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നോക്കിയാൽ ഏത് വൃത്തിയിൽപ്പെട്ടവനായാലും, ഏത് വൃത്തി എന്ന് പറഞ്ഞാൽ അഭിഭാഷക വൃത്തിയായാലും അധ്യാപക വൃത്തിയായാലും അഥവാ രാഷ്ട്രീയ വൃത്തിയായാലും ഒക്കെ വൃത്തിയാണ്. സന്യാസവൃത്തി എന്ന് പറയുന്നതിൽ പോലും നാം ഇന്നിപ്പോൾ വളരെയേറെ ശരീരത്തോട് ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്, അടുത്തയിടെ ശിവഗിരിയിൽ ഒരു ഇലക്ഷൻ നടന്നില്ലേ? കോടതി ഇടപെട്ടിട്ടാണ് ഇലക്ഷൻ നടന്നത്. ആർക്കും ഒന്നും തോന്നരുത്, അത്തരത്തിൽ കോടതി ഇടപെട്ട ഒരു ഇലക്ഷൻ നടത്തേണ്ട കാര്യം എന്താ? കുറച്ച് സന്യാസി വര്യന്മാരേ ഉള്ളൂ. ഔദ്യോഗിക ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഒരു പക്ഷത്തിന്റെ വക്കാലത്ത് എനിക്കുമുണ്ട്. ഏതായാലും ഈ പറയുന്ന രീതിയിൽ ഒരു പക്ഷക്കാര് കൊണ്ടുപോയി കേസ് കൊടുത്ത് സ്റ്റേ ചെയ്തിരിക്കുക. എന്തിനാണപ്പാ ഈ പറയുന്ന ആ കോടതിയിൽ പോക്കും അതേ രീതിയിലുള്ള പ്രത്യേകിച്ചുള്ള പ്രകടനങ്ങളും എന്തിനാണപ്പാ സന്യാസി സർവസംഘ പരിത്യാഗിയാണെങ്കിൽ? അപ്പോൾ എല്ലാ വൃത്തികളിലും ഇന്ന് കലികാലത്തിന്റെ ദോഷം അതിക്രമിച്ച് കടന്നതുകൊണ്ട് ശരീരത്തിന്റെ ബോധം, ശരീരം ബാധയായിരിക്കുന്ന ഒരവസ്ഥ നമ്മെ വളരെയേറെ അലട്ടുന്നു. ഇത് പോകാൻ വേണ്ടിയിട്ടാണ് പൂജനീയ ഭൂമാനന്ദ സ്വാമികൾ തുടങ്ങിയ കാലം മുതൽ എല്ലാ വർഷവും എനിക്ക് ഇവിടെ വരാനുള്ള യോഗവും ഉണ്ടായി. ഏതായാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ സത്രത്തിലെ ഭാഗവത തത്വസമീക്ഷ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചത്. അതിന്റെ ഫലമായിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതും ആവർത്തിക്കേണ്ടതും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഈ ഭാഗവതത്തിൽ, സത്യം തേടിക്കൊണ്ട് അലയുന്ന ഈ ഭാഗവതത്തിൽ, അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഈ ഭാഗവതത്തിൽ മൃത്യും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന നരസിംഹമൂർത്തിയുടെ മന്ത്രം നമുക്ക് നൽകുന്നത് മൃത്യുവിനെ ജയിക്കുക എന്ന് പറയുന്ന അമൃതഭാവത്തെ ആർജിക്കുക എന്ന് തന്നെയാണ്. അമൃതഭാവത്തെ ശരീരത്തിൽ ഇരുന്നു കൊണ്ടെങ്ങനെ അമൃതഭാവം ആർജിക്കാം? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ജോലികൾ ചെയ്യുമ്പോഴും ഈ അമൃതാനുഭൂതി എങ്ങനെ കരസ്ഥമാക്കാം? ജനകനെ പോലെ, വിദേഹനെ പോലെ, സീതാദേവിയുടെ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലെ കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുമ്പോഴും അതിൽ വ്യാപൃതനായിരിക്കുമ്പോഴും കർമ്മത്തിന്റെ കുടുക്കിൽപ്പെടാതെ, അതിന്റെ ഊരാക്കുടുക്കിൽപ്പെട്ട് അലയാതെ കർമ്മങ്ങളെല്ലാം തന്നെ യഥാവിധി നിർവഹിക്കുമ്പോഴും അതിന് പറ്റില്ലാതെ, ബന്ധമില്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ അനാസക്തമായിട്ടുള്ള രീതിയിൽ വർത്തിക്കാൻ കഴിഞ്ഞാൽ
അമൃതാനുഭൂതി നമുക്ക് ലഭിക്കും. ഈ അമൃതാനുഭൂതിയാണ് മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നു. ഇത്തരത്തിലുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് പത്മപാദർ ഇരിക്കുകയാണ് കാട്ടില്. പത്മപാദരെ നിങ്ങൾക്കറിയാം. പത്മപാദർ എന്ന് പറയുന്ന വ്യക്തി ഈ പുഴയുടെ മുകളിലൂടെ നടന്നു പോന്നു. നടന്നു പോരുമ്പോൾ പത്മം പാദത്തിന് താങ്ങായിട്ട് വന്നു. അങ്ങനെ പേര് കിട്ടിയെന്ന കഥ. എന്തായാലും കാട്ടിൽ പോയിരുന്ന നരസിംഹത്തെ ഉപാസിക്കുന്ന ഇദ്ദേഹം കാട്ടിൽപ്പെട്ട പട്ടിണി കിടക്കുന്നത് കാട്ടിലെ ചാത്തന്, ശ്രദ്ധിക്കണം ആ പ്രയോഗം, ചാത്തൻ, വള്ളത്തോളിന്റെ കൃതി. ആ ചാത്തന് വളരെയേറെ അലോസരതയുണ്ടാക്കി. തന്റെ കാട്ടിൽ കിടന്നൊരുത്തൻ മരിക്കാൻ പാടില്ല, അത് ഗതികേടാണ്, തന്റെ കാടിന് അശ്രീകരമാണ്, തനിക്കും ദോഷകരമാണെന്ന് കണ്ടിട്ട് ആ ചാത്തൻ എന്ന് പറയുന്ന വ്യക്തി ചെന്ന് ചോദിക്കുകയാണ്, അല്ലയോ തമ്പുരാനെ, അങ്ങ് ആരെയാണ് വാസ്തവത്തിൽ അന്വേഷിച്ച് ഇവിടെ ഇരിക്കുന്നത്? എന്ത് മന്ത്രം ജപിച്ചുകൊണ്ട് ആരെയാണ് വാസ്തവത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് അങ്ങേക്ക് കിട്ടേണ്ടത്? ഈ വക ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്തു, എടോ ചാത്ത, നിനക്കത് മനസ്സിലാകില്ല, നിനക്ക് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, ഞാൻ അന്വേഷിക്കുന്നത് നരസിംഹത്തെയാണ്. നരസിംഹം എന്ന് പറഞ്ഞപ്പോൾ ഈ ചാത്തൻ, അതെന്താണപ്പാ നരസിംഹം? ഏതായാലും നരസിംഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിന്റെ രൂപവും ഭാവവും അതിന്റെ കേശാധിപാദ്യം ഒരു വർണ്ണനയെല്ലാം തന്നെ നടത്തിക്കൊടുത്തു. ചാത്തനെ ബോധവൽക്കരിച്ചു. നോക്കൂ, ദീക്ഷ കൊടുക്കുന്ന രീതിയാണ്. നല്ലപോലെ ചിന്തിക്കണം. അപ്പൊ ഏതായാലും അത്തരത്തിൽ ദീക്ഷ കൊടുക്കുന്ന രീതിയിൽ ചാത്തൻ എന്ന് പറയുന്ന നിരക്ഷരകുക്ഷി അയാൾ ഈ പറയുന്ന നരസിംഹത്തെ പറ്റിയുള്ളൊരു ഭാവന ഉണ്ടാക്കിയെടുത്ത് ആ കാട്ടിൽ മുഴുവൻ ഓടി അലയുകയാണ്. ഉപാസന. എങ്ങനെയുണ്ട് ഉപാസന? അപ്പോ കാട്ടിൽ മുഴുവൻ ഇങ്ങനെ ഓടി അലഞ്ഞു നടന്നുകൊണ്ട് വിളിക്കുകയാണ്, നരസിംഹം നരസിംഹം നരസിംഹം. നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം എന്ന് ജപിക്കുന്ന മന്ത്രം ആത്മാർത്ഥതയില്ലാതെ, മൃത്യുവിന്റെ വക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹമില്ലാതെ, സാക്ഷാൽ നരസിംഹത്തിന്റെ ദർശനം കിട്ടിയിട്ട് സാക്ഷാത്കാര പദവി അലങ്കരിക്കണമെന്നുള്ള ആഗ്രഹമില്ലാതെ, വെറുതെ ചർവിതേർവണം പോലെ ഒരു അധരവ്യായാമം നടത്തുന്ന ഈ സന്ദർഭത്തില് ചാത്തൻ എന്ന് പറയുന്ന കാട്ടാളൻ അഥവാ കാട്ടിൽ വസിക്കുന്ന ആ വ്യക്തി അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഈ നരസിംഹത്തെ തേടിക്കൊണ്ട്, അന്വേഷിച്ചുകൊണ്ട്. അഥാതോ ബ്രഹ്മജിജ്ഞാസ, അതിസുന്ദരമായിരിക്കുന്ന ബ്രഹ്മസൂത്രത്തിലെ ആ സൂത്രം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമ്മൾ ബ്രഹ്മജിജ്ഞാസുക്കളാകണം. പക്ഷേ ചാത്തൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ബ്രഹ്മം എന്ന് പറയാൻ അറിയില്ല, ഭഗവാനൊന്നും അറിയില്ല. ഇദ്ദേഹം പറഞ്ഞു കേട്ട അഥവാ ഈ പറയുന്ന പത്മപാദര് പറഞ്ഞു കൊടുത്ത അതേ രീതിയെല്ലാം തന്നെ അവലംബിച്ചുകൊണ്ട് അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കുകയാണ് ഈശ്വരനെ തേടി. ഗത്യന്തരമില്ലാതെ നരസിംഹം പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. കാട്ടിലൊരിടത്ത് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നരസിംഹത്തെ ശകാരിക്കുന്നുണ്ട് ഈ ചാത്തൻ. എത്ര നേരമായി ഞാനിങ്ങനെ ഇവിടെ ഓടി നടക്കുന്നു, എന്റെ തമ്പുരാനാണെങ്കിൽ അവിടെ തപസ്സനുഷ്ഠിക്കുന്നു, വളരെ പട്ടിണി കിടക്കുന്നു, എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല, വളരെ കഷ്ടമാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വള്ളി കൊണ്ട്, കാട്ടുവള്ളി കൊണ്ട് കെട്ടിവരിഞ്ഞു കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കുന്ന ഒരു രംഗം, അതിസുന്ദരമായിട്ടുള്ള രംഗം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പേടിച്ചില്ല, ആ രൂപം കണ്ടിട്ട് ഒട്ടും ഭയപ്പാടുണ്ടായില്ല. കാരണം എന്താ? തന്റെ കാട്ടിൽ അധിവസിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കുന്ന തന്റെ തമ്പുരാൻ അയാൾ ആവശ്യപ്പെടുന്ന നരസിംഹത്തെയാണ് കണ്ടത്. രൂപഭാവങ്ങളെല്ലാം തന്നെ പറഞ്ഞു തന്ന രീതി ധ്യാനമായി, ധാരണയായി, അത്തരത്തിൽ ഉറപ്പിച്ച ആ രൂപത്തെ കെട്ടിവരിഞ്ഞു കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തപ്പോൾ പത്മപാദര് ഞെട്ടിത്തെറിച്ച് ഓടിയെന്നാണ് കഥ. കാരണം എന്താ? ധ്യാനിക്കുന്നുണ്ടെങ്കിലും ആ ഭഗവത് സ്വരൂപത്തെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം തന്നെ മാണിക്യാദ്രി സമപ്രഭം നിജരുജ സന്ദ്രസ്ഥ രക്ഷോഗണം ജാനന്യസ്ഥികരാംബുജം ഹൃദയനം ഇത്യാദി രൂപഭാവങ്ങളെല്ലാം തന്നെ ഉള്ളിൽ കൊണ്ട് അതെല്ലാം തന്നെ ധ്യാനിക്കുന്നുണ്ടെങ്കിലും ആ രൂപം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് പിൻവാങ്ങി പോലും ഈ ഉപാസകൻ. നോക്കൂ, രണ്ടുപാസകന്മാര്. ഇത്തരത്തിൽ രണ്ടുപാസകന്മാരെ നമ്മൾ കാണാനിരിക്കുന്നു. അത് പറഞ്ഞാൽ നമ്മുടെ ഈ വിഷയം ഏകദേശം ഇങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ള മട്ടാകാം. സപ്തമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പറയുക എന്നുള്ള ലക്ഷ്യം എനിക്കില്ല. വായനയെല്ലാം തന്നെ സപ്താഹവേദിയിൽ ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേടേണ്ടത് തേടിക്കൊണ്ടിരിക്കുന്ന നരസിംഹമൂർത്തിയെ എങ്ങനെ കിട്ടാം എന്നുള്ള രീതിയിലേക്ക് മാത്രം ഒന്ന് പോകുക. നിരക്ഷരകുക്ഷിയാണെങ്കിൽ കൂടി ഈ പത്മപാദർ പറഞ്ഞത് കേട്ടിട്ട് ചാത്തൻ എന്ന് പറയുന്ന ആ കാട്ടാളൻ അല്ലെങ്കിൽ കാട്ടിൽ അധിവസിക്കുന്ന വ്യക്തി നരസിംഹത്തെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ആർഷസംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. നന്ദനാരുടെ കഥയായാലും അതുപോലെ എത്രയെത്ര മഹൽ വ്യക്തികളെയും നമ്മൾ കാണുന്നുണ്ട് പുരാണ ഇതിഹാസങ്ങളില്. ഇവിടെയും വാസ്തവത്തിൽ അക്ഷരമില്ല, അക്ഷരാഭ്യാസമില്ലെങ്കിൽ പോലും ഭഗവാനെ കണ്ട് അദ്ദേഹത്തെ കണ്ടുപിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഈ പത്മപാദർക്ക് ഇട്ടുകൊടുത്തത് അദ്ദേഹത്തിന്റെ ശുദ്ധമായിരിക്കുന്ന ഭക്തി മൂലമാണ്. ഗുരുഭക്തി എന്ന് പറയാം. ഏതൊരു കാര്യവും പറഞ്ഞു കൊടുക്കുന്നവൻ ഗുരുവാണ്.
അവിടെ പത്മപാദൻ എന്ന് പറയുന്ന ഗുരുവാണെങ്കിൽ തേടുന്നൊരു സംഗതിയെ അദ്ദേഹം പറഞ്ഞുകൊടുത്ത രീതി അവലംബിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഭാവന അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കാട്ടിൽ മുഴുവൻ ഇങ്ങനെ ഓടി നടന്ന് അതിനെ കണ്ടുപിടിച്ച് വള്ളി കൊണ്ട് കെട്ടി വരിഞ്ഞ് അവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ ഭക്തിയുടെ ശ്രേഷ്ഠതയൊന്നും തന്നെ താരതമ്യപ്പെടുത്തേണ്ടതില്ല. പത്മപാദർ ശ്രേഷ്ഠനാണ്. പക്ഷേ പത്മപാദർക്ക് കിട്ടാൻ സാധിക്കാതെ പോയ, പെട്ടെന്ന് ലഭ്യമല്ലാതെയായ, അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരം സാധിക്കാതെ പോയ ഏതൊരു ഉപാസനാമൂർത്തിയെയാണോ കാണണമെന്ന് കൊതിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ടിരുന്നത്, അത് കാണാൻ സാധിക്കാതെ പോയ സന്ദർഭത്തിൽ അതിനെ എടുത്തു കാണിക്കുന്ന അത്യന്തം ശ്രേഷ്ഠമതിയായിരിക്കുന്ന ഒരു ചാത്തന്റെ സദ്ഗതി നമ്മൾ വായിക്കുന്നുണ്ട്. വള്ളത്തോൾ എന്ന് പറയുന്ന മഹാകവിയുടെ ഒരു കൃതി. അവിടെയും നരസിംഹത്തോട് യോജിച്ചുകൊണ്ടാണ്, നരസിംഹം എന്ന് പറയുന്ന കഥാപാത്രത്തെ അഥവാ അവതാര സ്വരൂപത്തെ അതിനെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. പത്മപാദന്റെ ദൗത്യം എന്താ? തന്റെ ഗുരുവിനെ ഒരു കാപാലികൻ കൊല്ലരുത്, കാപാലികൻ വെട്ടിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തല കൊണ്ടുപോകരുത്, കാപാലികനെ കൊല്ലാനുള്ളതല്ല തന്റെ ഗുരു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തല കാപാലികന്മാർക്ക് വച്ച് പൂജിക്കാനുള്ളതല്ല. ശ്രേഷ്ഠമായിരിക്കുന്ന ഈ മലയാളത്തിന്റെ തല അത് വാസ്തവത്തിൽ അങ്ങേയറ്റം സംരക്ഷിക്കപ്പെടണമെന്നുള്ള നിഷ്കർഷയോടുകൂടി നരസിംഹത്തെ ഉപാസിച്ച വ്യക്തി ഓടി വന്ന് ആ ഭഗവാനെ, ആദിശങ്കരനെ രക്ഷിക്കുന്നൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെയും രക്ഷ. എന്ത് രക്ഷ? കാപാലികന്മാരിൽ നിന്നുള്ള രക്ഷയാണ്. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഹൈന്ദവ മതം ഇന്ന് കാണുന്ന രീതിയിലായിരുന്നില്ല. കാപാലികന്മാരുണ്ടായിരുന്നു, ശക്തയന്മാരുണ്ടായിരുന്നു, ശൈവന്മാരുണ്ട്, അതുപോലെ വൈഷ്ണവന്മാരുണ്ട്. രൂക്ഷമായിരുന്നു തമ്മിലുള്ള പൊരുത്തക്കേട്. അപ്പോൾ എല്ലാ തരത്തിലും പരസ്പരം ശണ്ട കൂടി കലഹിച്ച് നശിച്ചിരുന്നൊരു കാലഘട്ടം നമ്മുടെ സംസ്കാരത്തിലെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഈ കാപാലികന്മാരെന്ന് പറയുന്നവരെ അവർ സാത്വിക പ്രകൃതികളല്ല. അങ്ങനെയുള്ള കാപാലികന്മാർ മനുഷ്യന്റെ തലയോട് വെച്ച് പൂജിക്കുന്നവര്, അങ്ങനെയുള്ളവരെ ഇല്ലാതെയാക്കുക എന്നുള്ള ദൗത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, വായിക്കാനിരിക്കുന്ന പഞ്ചമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കാനിരിക്കുന്ന അതിസുന്ദരമായിരിക്കുന്ന ഭദ്രകാളിയുടെ പ്രാദുർഭാവത്തില് നിങ്ങൾ കാണും, ഈ ഭദ്രകാളിയുടെ പ്രാദുർഭാവം വന്ന ശൂദ്രന്റെ തല കൊയ്യാനാണ്. അറിവില്ലാത്തവന്റെ തല കൊയ്തേ മതിയാവൂ. ശൂദ്രൻ എന്ന് പറയുന്ന അറിവില്ലാത്തവൻ, പമ്പര വിഡ്ഢി, ജനിച്ച കാലം മുതൽ പശുസമാനമായിട്ട് ജീവിക്കുന്ന ഒരു ശൂദ്രനെ നമുക്ക് ആവശ്യമില്ല. തേജസ്വിയായിട്ടുള്ളൊരു ബ്രാഹ്മണൻ, മസ്തിഷ്കമെല്ലാം തന്നെ വളർന്നു വലുതായിട്ടുള്ള ഒരു ബ്രഹ്മവിദുവരൻ, ബ്രഹ്മയുക്തായിരിക്കുന്ന ബ്രഹ്മം തന്നെ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ രക്ഷ, ജഡഭരതൻ എന്ന് പറയുന്ന ബ്രാഹ്മണശ്രേഷ്ഠനെ രക്ഷിക്കാനായിട്ട് ഭദ്രകാളി പ്രാദുർഭവിച്ചുകൊണ്ട് ശൂദ്രമഠാധിപതിയുടെ തല കൊയ്യുന്നത് കാണാം. അപ്പോൾ തല കൊയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ തല, കാപാലികന്റെ തല, അല്ലെങ്കിൽ ശൂദ്രന്റെ തല, അറിവില്ലാത്തവന്റെ തല, അജ്ഞാനത്തിന്റെ തല, ഇതെല്ലാം തന്നെ കൊയ്യാനായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഉപാസനാമൂർത്തിയാണ് നരസിംഹമൂർത്തി. ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. അതിസുന്ദരമായിരിക്കുന്ന ഈ മന്ത്രം വെച്ച് എത്രയെത്ര പ്രയോഗങ്ങളാണെന്നറിയാമോ? ചെറുപ്പകാലത്ത് അല്പം മന്ത്രവാദമൊക്കെ ഇങ്ങനെ പഠിക്കാൻ വരുമ്പെട്ടത് കൊണ്ട് ഈ മന്ത്രം പ്രയോഗിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് ആദ്യത്തെ മൃത്യു. ആ മൃത്യുവിന്റെ സ്ഥാനത്ത് വ്യക്തിയുടെ പേര് ചേർത്ത് മൃത്യും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്തിരിക്കുന്ന ശപഥം ചെയ്ത് എഴുതിയിരിക്കുകയാണ് മന്ത്രവാദം. ആരും പ്രയോഗിച്ചു നോക്കണ്ട. അപ്പൊ എല്ലാ തരത്തിലും മൃത്യുമൃത്യം എന്ന് പറയുന്ന ആദ്യത്തെ മൃത്യുവില് നമുക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ദേഷ്യമുള്ളൊരു വ്യക്തിയെ അയാളുടെ നാളും പേരൊക്കെ ചേർത്ത് ഹോമിക്കാനുള്ള ദ്രവ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു പ്രയോഗം കാണുന്നുണ്ട്. മാറാത്ത രോഗവും മാറാനായിട്ട് 3 കൂട്ടിയ കറുക, അത് പാലിൽ മുക്കിക്കൊണ്ട് ഹോമിക്കുക. ഈ മന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മാറാത്ത രോഗവും മാറുമെന്ന് സത്യം ചെയ്ത് പ്രയോഗിച്ചിരിക്കുന്ന മന്ത്രവാദ ഗ്രന്ഥങ്ങളുണ്ട്. മന്ത്രത്തിന്റെ പ്രയോഗങ്ങളാണ്. അപ്പൊ ഈ മന്ത്രത്തിന്റെ പ്രയോഗങ്ങൾ അവിടെ കിടക്കട്ടെ. അതൊന്നുമല്ല ഭാഗവതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യം ഈ മന്ത്രം അഥവാ നരസിംഹമൂർത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അവതാരം എന്തിനു വേണ്ടിയിട്ടുണ്ടായി എന്ന് ചോദിച്ചാൽ മൃത്യുവക്രത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കഥയിലേക്ക് കടക്കാം. ചുരുങ്ങിയ സമയം കൊണ്ട് ജയവിജയന്മാരെന്ന് പറയുന്ന കാവൽക്കാർ ഭഗവാൻ ആവശ്യമില്ല. പണ്ടത്തെ മുഖ്യമന്ത്രിയുടെ ഭാഷ്യം അനുസരിച്ചാണെങ്കിൽ എന്തിനാണപ്പോ ഏറ്റുമാനൂരപ്പന് കാവൽക്കാര്? ഏതായാലും കാവൽക്കാരെന്ന് പറയുന്ന ഈ പാർഷദന്മാരെ ഭഗവാനെ കാത്തു സൂക്ഷിക്കുന്നവർ അത്തരത്തിലല്ല. ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നെടുത്തടുത്ത് അവിടെ വരെ ആയിട്ടുള്ളൂ, അവർ വാതിക്കൽ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ചിന്തിക്കേണ്ട വിഷയം അത്തരത്തിലാണ്. നമ്മളും വാതിക്കൽ പോലും എത്തി നോക്കുന്നില്ല, അങ്ങ് അകലെയാണ്. അപ്പോൾ ഭഗവാന്റെ കാവൽക്കാരെ എന്ന് പറയുന്ന വാതിൽക്കൽ നിൽക്കുന്നവരെ വാതിക്കൽ നിന്നുകൊണ്ട് ഭഗവാനെ കാണുന്നവരാണ്. അഗ്രേപശ്യാമി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനേക്കാൾ കവിഞ്ഞ് സാമീപ്യത്തെക്കാൾ അത് സാലോക്യം കാണുന്നത് കൊണ്ട് അതും ആകാം. പക്ഷേ സാരൂപ്യം എന്ന് പറയണമെങ്കിൽ വാതിക്കൽ നിന്ന് അകത്തേക്ക് കടക്കണം, അതിനുള്ള യോഗമായിട്ടില്ല. അപ്പോൾ ജയവിജയന്മാരുടെ ചിത്രം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളും അതുപോലെ തന്നെ എവിടം വരെ എത്തിയെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഭാഗവതം ഇത്രയും കാലം കൊണ്ടു നടന്നിട്ടും ഭാഗവത കഥകൾ കേട്ടിട്ടും സപ്താഹങ്ങളും സത്രങ്ങളും എല്ലാം തന്നെ പങ്കെടുത്തിട്ടും നമ്മൾ എവിടം വരെ എത്തി? ഈ വൈകുണ്ഠം എന്ന് പറയുന്ന കുണ്ഠതയില്ലാത്ത
യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന സങ്കേതത്തിന്റെ എവിടം വരേക്ക് എത്തി എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനും നിങ്ങളും എല്ലാം തന്നെ അത്തരത്തിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ യശ്രണ്ണൻ പ്രഭടൻ വിചാരണ പരോഭക്തിയായ എന്ന് പറയുന്ന ആ നിർദ്ദേശം അർത്ഥവത്താകൂ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ചിന്തിക്കണം. ജയവിജയന്മാർ വെറും വാതിക്കലെത്തിയവരാണ്, സോപാനത്തിന്റെ പടിയിൽ ഇങ്ങനെ നിൽക്കുന്നവരാണ്. ആ ശ്രീകോവിലിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കാത്തവരാണ്. ശ്രീകോവിലിന്റെ അകത്തേക്ക് കയറി ഭഗവാനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കാത്ത അവരെയാണ് സനകാദികൾ ശപിച്ചത്. എന്തിനാണ് സനകാദികൾ അവിടെ വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സനകാദികൾ ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരാണ്. അവിടെ മനസ്സ് എന്ന് പറയുമ്പോൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്ന നാലും ഈ നാലിന്റെ ഉടമകളാണ്, അല്ലെങ്കിൽ നാലിന്റെ പ്രതീകങ്ങളാണ്. അത്തരത്തിൽ ബ്രഹ്മദേവന്റെ ആദ്യത്തെ സന്തതികൾ, അവതാര സ്വരൂപങ്ങൾ, സദാ ഹരിശരണം പ്രാപിച്ചവർ. മാഹാത്മ്യം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആ മാഹാത്മ്യത്തിൽ പറയുന്ന സദാ ഹരിശരണം പ്രാപിച്ചവർക്ക് 5 വയസ്സ് ഏറാറില്ല, കൂടാറില്ല, പ്രായം ബാധിക്കാറില്ല. അത്തരത്തിലുള്ളവർ എന്തിനാണ് ഇപ്പൊ ഈ വൈകുണ്ഠത്തിലേക്ക് പോയത്? അത് നിങ്ങൾ ഏകാദശ സ്കന്ധത്തിൽ വായിക്കും. 13-ാമത്തെ അധ്യായത്തിൽ ഹംസാവതാരം വരുമ്പോൾ മനസ്സിൽ വച്ചേക്കുക. ആ രംഗം വരുമ്പോൾ എന്തിനാണ് ഈ സനകാദികൾ അങ്ങോട്ടേക്ക് പോയത്? അവർക്കും സാധിച്ചില്ല അകത്തേക്ക് കടക്കാൻ. നമ്മൾ എല്ലാവരും തന്നെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രദക്ഷിണം ചെയ്യുന്നവരായിട്ട് അവശേഷിക്കുകയാണ്. ചുറ്റിക്കറങ്ങിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഗുരുവായൂർ എന്നാലും പ്രദക്ഷിണം വയ്ക്കും, ഒറ്റ അടി വെച്ചുകൊണ്ട് അന്നനട വച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം നടത്തും. പക്ഷെ അകത്തേക്ക് നമ്മുടെ മനസ്സ് കടക്കുന്നില്ല എന്ന്. അപ്പോൾ എല്ലാ തരത്തിലും അകത്തേക്ക് കടന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. സനകാദികൾക്കും അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. അവർ വാതിക്കൽ ചെന്നപ്പോഴേ ഇവർ തടഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റാത്ത സനകാദികൾ ശപിച്ചു അവരെ. ഏതായാലും പ്രാരബ്ധം കൊണ്ട് ഇവർ രണ്ടുപേരും ഉരുണ്ട് താഴത്തേക്ക് വീഴുകയാണ്. അകത്തേക്ക് കടക്കാൻ പറ്റാതെ വാതിക്കൽ നിൽക്കേണ്ട ഗതികേടിലകപ്പെട്ട ഈ ജയവിജയന്മാര് ആദ്യത്തെ ആശ്രയോനിയിൽ പതിച്ച കഥയാണ് ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിന്റെയും. ആ ഹിരണ്യകശിപു ആരാണെന്നുള്ളൊരു ബോധം നമുക്ക് വേണം. അദ്ദേഹത്തെ ഒരു വെറും അസുരൻ എന്ന് പറഞ്ഞാൽ പോരാ. അദ്ദേഹം വൈകുണ്ഠവാസിയാണ്. വൈകുണ്ഠത്തിന്റെ അകത്തേക്ക് കടന്നില്ല എങ്കിലും വാതുക്കൽ നിന്നു, അത്രയേ ഉള്ളൂ. എങ്കിൽ കൂടി അദ്ദേഹവും ഭഗവാനെ കണ്ടുകൊണ്ട് കാലം കഴിച്ചു കൂട്ടാൻ കൊതിച്ച ഒരു വ്യക്തിത്വമാണ്. താഴത്തേക്ക് വീണു എന്നുള്ളത് കൊണ്ട് ഒരു അധപ്പതനം സംഭവിച്ചു എന്ന് മാത്രം. നമ്മുടെ കഥ ഭാഗവതത്തിൽ നമ്മൾ ജയവിജയന്മാരെ പറ്റി പഠിക്കുമ്പോൾ അത് നമ്മുടെ കഥ. നമ്മളിവിടെ കുത്തിയിരിക്കുന്നതും പ്രാരബ്ധം കൊണ്ടാണ്. ഞാനിങ്ങനെ ഓടി നടക്കുന്നതും പ്രാരബ്ധം കൊണ്ടാണ്. എന്തറിയാൻ വേണ്ടിയിട്ടാണോ ഈ ഓടി നടക്കുന്നത്? അങ്ങനെ ഓടി നടന്നിട്ട് വല്ലതും അറിഞ്ഞോ? അതും പ്രാരബ്ധം. എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടാത്തൊരവസ്ഥ. റിക്തഹസ്തന്മാരായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലപാഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ശൂന്യഹസ്തമല്ലാതെ എന്ത് കൈക്കൊണ്ടു, കയ്യിൽ കിട്ടി എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇവിടെയും വാസ്തവത്തിൽ മുകളിൽ നിന്ന് താഴത്തേക്ക് ഉരുണ്ടു വീണ അവരിൽ എന്തെന്നില്ലാത്തൊരു ആത്മബോധമുണ്ട്, ഭാവമുണ്ട്. പക്ഷേ മൂടപ്പെട്ടു ശരീരം കൊണ്ട്. ഒരു ശരീരം എടുത്തത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും അങ്ങേയറ്റത്തെ ദുരിതമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളും ശരീരമെടുത്താൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരിതം ഇവിടെ വ്യാഖ്യാനിക്കുകയാണ് ജയവിജയന്മാരുടെ കഥയിലൂടെ. ആദ്യത്തെ ജന്മത്തിൽ ഇതാ ഈ പറയുന്ന രീതിയിൽ ഹിരണ്യകശിപു, ആ ഹിരണ്യകശിപു വരം യാചിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തപസ്സിന് വേണ്ടി പോയപ്പോൾ ഗർഭിണിയായിരുന്ന കയാധു, ആ കയാധുവിന്റെ ഗർഭത്തിലുള്ള കുട്ടി ഈ കഥകളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ആരോരുമില്ലാത്തൊരവസ്ഥയിൽ കയാധു എന്ന് പറയുന്ന അബലയായിരിക്കുന്ന ഗർഭിണിയായിരിക്കുന്ന ശ്രീരത്നത്തെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഇന്ദ്രദേവൻ, അത്തരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു ദുഷ്കൃത്യം ചെയ്യാൻ ഒരുങ്ങുന്ന ആ ഇന്ദ്രദേവനെ കണ്ടിട്ട് നാരദരാണെങ്കിൽ തടുത്തു നിർത്തിക്കൊണ്ട് ആ കുട്ടിയോടുകൂടി, വയറ്റിൽ കിടക്കുന്ന കുട്ടിയോട് കൂടിയിട്ടുള്ള ഗർഭിണിയെ കയാധുവിനെ തൻ്റെതായിട്ടുള്ള ആശ്രമത്തിൽ കൊണ്ടുപോയി ഇരുത്തി ആ കാലഘട്ടം മുഴുവൻ പലതും പഠിപ്പിച്ചു എന്ന കഥ. പ്രഹ്ലാദകുമാരന്റെ ശ്രേഷ്ഠത. നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അവസരമുണ്ടാകുന്നില്ല, നാരദനുമായിട്ട് സമാഗമം ഉണ്ടാകുന്നില്ല, സത്സംഗം ഉണ്ടാകുന്നില്ല. ഗർഭിണികളായിട്ടുള്ള നമ്മുടെ സ്ത്രീരത്നങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സത്സംഗത്തിന് വഴി ഒരുങ്ങുന്നില്ല. അവിടെ നാരദനെപ്പോലുള്ളൊരു സുഹൃതി അടുത്തുകൂടിയിട്ട് ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെ ഉദ്ദേശിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും ഇന്ന് കാണുന്ന പേക്കൂത്തുകൾ നടത്തുകയില്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മളും വാസ്തവത്തിൽ ഒരു പ്രത്യേക അനുഷ്ഠാനത്തിലേക്ക് വരും. ഗർഭിണിയായിരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? അവൾ വാസ്തവത്തിൽ രാവും പകലുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കാമോ? കാലത്തിന്റെ ഗതികെട്ട അവസ്ഥക്കെല്ലാം തന്നെ വിധേയമായിട്ട് പേടിച്ചരണ്ടൊരവസ്ഥയിലേക്ക് വരാമോ? അകത്ത് കിടക്കുന്ന കുട്ടി പല വട്ടം ഇങ്ങനെ ചുക്കിച്ചുളിയുന്ന രീതിയിലേക്കാകാമോ? ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ വന്നിട്ട് അത്തരത്തിലുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരണം അകത്ത് കിടക്കുന്ന കുട്ടിക്ക് വരാൻ ഇട കൊടുക്കാമോ? അപ്പോൾ വളരെയേറെ ചിന്തിക്കേണ്ട ഈ പ്രഹ്ലാദകുമാരന്റെ അകത്ത് കയറിയിട്ടുള്ള ഈ അവസ്ഥ. ആ സന്ദർഭത്തിൽ നാരദൻ എന്ന് പറയുന്ന സുഹൃതി, ദേവർഷിയായിരിക്കുന്ന ഭഗവാൻ നാരദൻ, അദ്ദേഹം വരാനും ദേവേന്ദ്രന്റെ കയ്യിൽ നിന്ന് കയാധുവിനെ രക്ഷിക്കാനും ആ കയാധുവിനെ രക്ഷിച്ചുകൊണ്ട് അകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വേണ്ട രീതിയിൽ അഭ്യസിപ്പിക്കാനും, അതാണ് അഭ്യാസം.
എന്ത് അഭ്യാസമാണ് ആ കുട്ടിക്ക് കിട്ടിയത്? തൻ്റെ നാരദൻ തൻ്റെ ഭക്തിസൂത്രത്തെ ഇങ്ങനെ വിളമ്പിക്കൊടുക്കുന്നു. ഏതെല്ലാം കാര്യങ്ങളാണോ അറിയേണ്ടത് അതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. നാരായണ നാരായണ എന്നിങ്ങനെ സദാ ജപിക്കുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാന്നിധ്യം കൊണ്ട്, സത്സംഗം കൊണ്ട് അകത്തു വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വരുന്ന മാറ്റമാണ് സപ്തമസ്കന്ധത്തിൽ 1 മുതൽ 7 വരെ അധ്യായങ്ങളിൽ നാം കാണുന്നത്. എങ്ങനെയുണ്ടായി ഈ മാറ്റം? വിത്ത് മോശം, ഗർഭപാത്രമാണെങ്കിൽ അതിലേറെ മോശം, രണ്ടും ആസുരികം. എല്ലാം ആസുരികമായിരുന്നിട്ട് കൂടി അവിടെ വളർന്നു വന്ന കുട്ടിക്ക് ഈ വ്യതിയാനം, ഏറ്റവും സമൂലമായിരിക്കുന്ന ഒരു വ്യത്യാസം, പരിണാമം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതാണ് ഈ പറയുന്ന നാരദന്റെ കരവിരുത്. മാഹാത്മ്യത്തില് നമ്മൾ എല്ലാ തരത്തിലും ആദ്യം തന്നെ പാടുന്നത് എന്താ? ജയതി ജഗതിമായാം യസ്യകായാധവസ്ഥേ വചനരചനമേകം കേവലം ജാഗലയ്യ ധ്രുവപദമപിയാദോ യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നദാസ്മി. ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദനെ സ്തുതിക്കണം. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഭാഗവതത്തിൽ നാം കാണുന്നത്. അദ്ദേഹത്തിന് ഭാഗവതം കിട്ടിയത് തൻ്റെ അച്ഛൻ ബ്രഹ്മദേവനിൽ നിന്ന്. ആ കിട്ടിയ ഭാഗവതമാണ് വേദവ്യാസന് കൊണ്ട് കൊടുത്തത്. ഏതായാലും ആ വേദവ്യാസനാണ് തൻ്റെ മകനായിരിക്കുന്ന ശുഖബ്രഹ്മത്തിന് പകർന്നു കൊടുത്തത്. അങ്ങനെയുള്ള ഈ പറയുന്ന ബ്രഹ്മപുത്രനായിരിക്കുന്ന അല്ലയോ നാരദരെ, നിങ്ങൾക്ക് നമസ്കാരം. എന്താ കാരണം? കയാധുവിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയെ ഇത്തരത്തിൽ മാറ്റം വരുത്തി സൃഷ്ടിച്ച കരവിരുത്. ഏതൊരു നാരദന്റെ കരവിരുത് കൊണ്ടാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ശക്തി വിശേഷം കൊണ്ടാണോ അസുരയോനിയിൽ പതിച്ചിട്ടും അസുരനാകാതെ അത്തരത്തിൽ ആസുരികമായിട്ടുള്ള യാതൊരു ചിന്താഗതിയുമില്ലാതെ സാക്ഷാൽ ഈശ്വരപ്രേമിയായിട്ട് ഈ പ്രഹ്ലാദകുമാരനെ കിട്ടിയത്, ആ പ്രഹ്ലാദൻ ഇതാ ഇവിടെ 8ാമത്തെ അധ്യായത്തിൽ അവതാര സ്വരൂപം അതെല്ലാം തന്നെ പ്രദർശിതമാകുന്ന 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. എവിടെയാണ് നിന്റെ പ്രഭു എന്നറിയാൻ കൊതിച്ചുകൊണ്ടാണ്, അതിസുന്ദരമായിരിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഭീകര അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നത് ഹിരണ്യകശിപു. നീ വളരെയേറെ കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിച്ചു, എന്നോട് പോലും പറഞ്ഞു ശ്രവണം, അതുപോലുള്ള മനനം ഇത്യാദി കാര്യങ്ങളാണ് ശ്രേഷ്ഠം. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അതുപോലുള്ള കാര്യങ്ങൾ എന്നോട് തന്നെ പറഞ്ഞു. പലവട്ടം നീ ഇങ്ങനെ പുലമ്പി. അതെല്ലാം സഹിക്കാൻ ഈ പറയുന്ന അസുര കുട്ടികളെ പോലും നീ വശംവദരാക്കി നിന്റെ വശത്തേക്ക് കൊണ്ടുവന്നു. അവിടെ മുഴുവൻ നീ വാസ്തവത്തിൽ പ്രശ്നസങ്കലിതമാക്കി തീർത്തു. അവിടെയുള്ള കുട്ടികളെല്ലാം തന്നെ അസുരന്മാരോട് വിരോധമുള്ള ആസുരിക പ്രവൃത്തിയിൽ നിന്ന് പിന്മാറി. ഏതായാലും നിന്റെ പ്രഭു, നിനക്ക് ധൈര്യം, നിനക്ക് ബലം എവിടെയെന്നാണ് ചോദ്യം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതിന് നിനക്ക് ബലം എവിടെ നിന്ന് കിട്ടി? അപ്പോ ബലം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ എന്റെ ബലം എവിടെയാണെന്നുള്ളതിന് മറുപടി പറയുന്ന കുട്ടി പറയുകയാണ്, അല്ലയോ അച്ഛാ, നിനക്കും ബലം, എനിക്കും ബലം, എല്ലാവർക്കും ബലം. ഒരേ ഒരു ആശ്രയസ്ഥാനം തന്നെ ഈശ്വരൻ. ഏതൊരു വിഷ്ണു എന്ന് പറയുന്ന ഈശ്വരനാണോ എല്ലാവർക്കും ബലമായിട്ടുള്ളത്, ആ വിഷ്ണുവിനെ അല്ലേ അങ്ങ് അന്വേഷിക്കുന്നത്? ഏതൊരു വിഷ്ണുവാണോ സൂകരരൂപിയായിട്ട് സഹോദരൻ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചത്, ആ വിഷ്ണുവിനെ അല്ലേ അങ്ങ് ആഗ്രഹിക്കുന്നത് കാണാനായിട്ട്? ആ വിഷ്ണുവിനെ കൊന്നിട്ട് അയാളുടെ രക്തം കൊണ്ട് തർപ്പണം ചെയ്യാനല്ലേ അങ്ങ് കൊതിക്കുന്നത്? ഉദകക്രിയ, തൻ്റെ ജ്യേഷ്ഠനെ, തൻ്റെ സഹോദരനെ ഉദകക്രിയ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആ വിഷ്ണു തന്നെയാണ് അല്ലയോ അച്ഛാ, നിനക്കും ബലം, എനിക്കും ബലം. ചിന്തോദ്ദീപകമായിരിക്കുന്ന ഒരു പ്രയോഗം. ഈ 8ാമത്തെ അധ്യായത്തിൽ നാമം ഉറപ്പിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ബലം ഏത്, എന്ത് എന്ന് ചോദിച്ചാൽ ഈശ്വരൻ തന്നെ. ഈശ്വരനെ വിട്ടിട്ട് മറ്റൊരു ബലം നമുക്കില്ല എന്ന്. ഏകാദശ സ്കന്ധത്തില് ബലം എന്ത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, പ്രാണായാമം ബലം. ഇന്നിപ്പോൾ ശ്രീ രവിശങ്കരനെ പോലുള്ളവരും അതുപോലെ ശിവയോഗികളും ശിവയോഗ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽപ്പെട്ടവരും അതുപോലെ എല്ലാവരും തന്നെ വാസ്തവത്തിൽ പ്രാണായാമത്തിന് എന്തെന്നില്ലാത്ത പ്രസക്തി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈശ്വരനെ തേടുന്നവൻ അനിവാര്യമായിട്ട് അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനമാണ് പ്രാണായാമം. പ്രാണായാമം യോഗവിദ്യയിൽ ഏറ്റവും ശ്രേഷ്ഠം. യമനിയമ ആസന പ്രാണായാമം എന്ന് പറയുന്ന 4ാമത്തേത്. അപ്പോൾ അത്തരത്തിൽ പ്രാണായാമം ബലം എന്ന് ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ. ആ ബലം ഈശ്വരനാണ്. അപ്പൊ ഈശ്വരനെ നമ്മൾ തേടാനായിട്ട് നേടാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ അവിടെയും ഇവിടെയും ഓടി നടന്നിട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പ്രാണായാമ സിദ്ധി നമുക്കില്ലാതെ പോയി. ഏതൊരു വായുവിന്റെ സാന്നിധ്യം കൊണ്ടാണോ പ്രാണങ്ങൾ, പഞ്ചപ്രാണങ്ങൾ എല്ലാം തന്നെ വ്യവഹരിക്കുന്നത്, ഏതൊരു പഞ്ചപ്രാണങ്ങളെ കൊണ്ടാണോ നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്, ഈ ലോകത്തിന് തന്നെ നിലനിൽപ്പുള്ളത്, അത്തരത്തിലുള്ള വായുവിനെ നിയന്ത്രിച്ച് ജിതശ്വാസനാകേണ്ട രീതി ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ജിതശ്വാസനാകുന്ന രീതി, അതിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ. ആ ഈശ്വരനാണ് ബലം. ഈശ്വരനെ വിട്ടിട്ട് മറ്റൊരു ബലമില്ല എന്ന് പറയുമ്പോഴാണ് കുപിതനാകുകയാണ് ഈ പറയുന്ന അച്ഛൻ ഹിരണ്യകശിപു. വിഷ്ണു, നിന്റെ വിഷ്ണു എന്ന് പറയുന്ന ഈശ്വരൻ, അതാണ് പോലും ബലം.
അയാൾ എവിടെയാണെന്നാണ് പിന്നത്തെ ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കേണ്ടത് യഥാർത്ഥ ജിജ്ഞാസുവാണ്. ജിജ്ഞാസുവായിരിക്കുന്ന ഒരു ഭക്തൻ, ഒരു സാധകൻ, ഒരു ഉപാസകൻ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്: ആരാണ് വിഷ്ണു, എന്താണ് വിഷ്ണു, എവിടെയാണ് വിഷ്ണു. അപ്പോൾ ജിജ്ഞാസുക്കൾ ചോദിക്കുന്ന ചോദ്യമാണ് ഹിരണ്യകശിപു ചോദിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാം. ഹിരണ്യകശിപുവിനെ ചിത്രീകരിക്കുന്നത് വിദ്വേഷഭക്തിയുടെ ഉടമയായിട്ടാണ്. ഭഗവാനോട് എന്തെന്നില്ലാത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന യുക്തിവാദിക്ക്, നിരീശ്വരവാദിക്ക് തുല്യമായിട്ട് ആ വിഷ്ണുവിനെ വിദ്വേഷിക്കുന്ന രീതിയിലേക്ക് വരുന്ന വിദ്വേഷഭക്തിയുടെ ഉടമയെന്ന്. എന്തുമാകട്ടെ, വിദ്വേഷഭക്തിയാണെങ്കിലും ഭക്തൻ തന്നെയെന്ന് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഭഗവാന്റെ കാവൽക്കാരനായിട്ട് എന്ന് പറയുന്ന ജൈവജയന്മാരിൽ ഒരുത്തൻ ഭക്തൻ തന്നെ എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഭഗവാൻ ഇറങ്ങിപ്പോന്നത്. മറ്റൊരു കാര്യവും കൂടി ഇവിടെ സ്മരണീയമാണ്. ഇത്തരത്തിൽ അവതരിക്കുന്ന ആ ഭഗവാൻ എല്ലായ്പ്പോഴും അവതരിക്കുന്നത് തൻ്റെ ഭക്ത സംരക്ഷണാർത്ഥമാണ്. ഭക്തൻ ജനിച്ചു കഴിഞ്ഞാൽ അത് ഏത് രൂപത്തിലാകട്ടെ, നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഈശ്വരവാദിയോ ആകട്ടെ, ആസ്തികനോ നാസ്തികനോ, ആരായാലും വിരോധമില്ല. അങ്ങനെ ജനിച്ചു വീഴുന്ന നരനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് അവതരിക്കുന്നത് പോലും. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക. ഇറങ്ങി വരണമെങ്കിൽ മുകളിലൊരു സ്ഥാനം അല്ലെങ്കിൽ എവിടെ നിന്നോ വേണം വരാനായിട്ട്. അത്തരത്തിൽ അവതരിക്കുന്ന ഭഗവാന്റെ അവതാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ അന്വേഷിയായ, ജിജ്ഞാസുവായ, വളരെയേറെ കൗതുകമുള്ള അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നാം കാണുകയാണ് ഹിരണ്യകശിപുവിൽ. എന്താ അന്വേഷിക്കാൻ കാരണം? ശാപത്തെപ്പറ്റി ഒരിക്കൽ കൂടി ഓർക്കുക. സനകാദികൾ ശപിച്ച് ഇത്തരത്തിൽ അസുരയോനിയിൽ പതിക്കട്ടെ എന്നുള്ള ശാപം കിട്ടിയ ഇവർക്ക് 3 ജന്മം കൊണ്ട് മോക്ഷം കിട്ടുമെന്നുള്ള ശാപമോക്ഷവുമായി 3 ജന്മം. ഈ 3 ജന്മം നിങ്ങൾ എടുക്കുമ്പോൾ ആ 3 ജന്മവും ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിക്കാനുള്ള ഇടയുണ്ടാകും. അവിടെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടേ രക്ഷയുള്ളൂ എന്ന്. ഏതൊരു ഈശ്വരനാണോ നമ്മളെ അനുഗ്രഹിക്കേണ്ടത്, ആ ഈശ്വരന്റെ അനുഗ്രഹം അതുമാത്രമാണ് നമുക്ക് ആവശ്യമെന്ന് ഊന്നിപ്പറയുന്ന കഥയുടെ ആദ്യ ഭാഗമാണിത്. ഇനിയും 2 ജന്മങ്ങൾ അവശേഷിച്ച് കിടക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്ന് പറയുന്ന 2 ജന്മങ്ങൾ എടുത്തിരിക്കുന്ന ആ ജയവിജയന്മാരിൽ മറ്റൊരു സഹോദരൻ ഒരാളെ നിഗ്രഹിച്ച് അനുഗ്രഹിച്ചു. ഇനി ഹിരണ്യകശിപുവിനെ അനുഗ്രഹിക്കാനുള്ള ആ തുടക്കം കുറിക്കുന്ന വേദിയിലേക്ക് നമ്മൾ വരികയാണ്. എൻ്റെ ബലം ഈശ്വരനാണ്, അല്ലയോ അച്ഛൻ്റെയും ബലം ഈശ്വരനാണ്. ആ ഈശ്വരൻ എന്ന് പറയുന്ന വിഷ്ണുവാണ് സർവത്ര സർവ്വവ്യാപിയായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സർവ്വവ്യാപിത്വം അംഗീകരിച്ചേ മതിയാകൂ. എവിടെയാണ് നിന്റെ ഈശ്വരൻ എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് ഭക്തരായിരിക്കുന്ന പ്രഹ്ലാദകുമാരൻ. എൻ്റെ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്ന്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുനാതിഷ്ഠതി എന്ന് പറയുന്നതിനോടും, അതുപോലെ യോമാം പശ്യതി സർവത്ര സർവഞ്ചമൈ പശ്യതി എന്ന് പറയുന്നതിനോടും കൂറുവച്ച് പുലർത്തിക്കൊണ്ട് ഈശ്വരനെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും എന്ന് തൻ്റെ ഇടത്തോടുകൂടി പറയാൻ പ്രഹ്ലാദകുമാരന് കഴിഞ്ഞു, നമുക്ക് കഴിഞ്ഞില്ല. ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോഴാണ് ആ ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തും ഉണ്ടായിരിക്കണം. അതൊരു കുബുദ്ധിയായിരിക്കുന്ന ഹിരണ്യകശിപുവിന് തൻ്റെ അടുത്തുള്ള തൂണ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിലുണ്ടോ നിന്റെ ഈശ്വരൻ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് അതിലും ഉണ്ട് എന്ന് പറയാനുള്ളൊരു തൻ്റെ ഇടം. അതൊരു യഥാർത്ഥ ഉപാസകന് മാത്രമുള്ളതാണ്. ശ്രീരാമകൃഷ്ണപരമഹംസര് നരേന്ദ്രൻ ഇങ്ങനെ കടന്നു വന്നപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് അത്തരത്തിൽ കടന്നു വരുന്ന ആ കുട്ടിയോട് കണ്ടു എന്ന് പറയാനുള്ള തൻ്റെ ഇടം അദ്ദേഹത്തിന് ഉണ്ടായുള്ളൂ. ബംഗാളിൽ എത്രയെത്ര സുഹൃതികൾ വേറെയും ഉണ്ടായിരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ അച്ഛനെ പോലുള്ളവരും മറ്റും അനവധി വ്യക്തിത്വങ്ങൾ ഉണ്ടായെങ്കിൽ കൂടെ ഈ പാവപ്പെട്ട നിരക്ഷര കുക്ഷിയായിട്ടുള്ളൊരു പൂജാരി, അദ്ദേഹത്തിന് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ, കുഞ്ഞെ ഞാൻ കാണുന്നു, കണ്ടു, കണ്ടിട്ടുണ്ടോ, നിനക്കും കാണാം, നിന്നെയും കാണിച്ചു തരാമെന്നുള്ള മട്ടിൽ പറയണമെങ്കിൽ അവിടെയാണ് വാസ്തവത്തിൽ പ്രഹ്ലാദകുമാരന്റെ ദൃഢനിശ്ചയം. എവിടെ നിന്ന് കിട്ടി? അപ്പോൾ സത്യത്തിൽ ഒരു ഭക്തനെ ഇവിടെ അവതരിപ്പിക്കുന്ന പ്രഹ്ലാദകുമാരൻ മാത്രമല്ല, മറ്റേ ഭക്തരെയും കൂടി ചിന്തിക്കണം ഹിരണ്യകശിപു. എങ്കിൽ കൂടി ഹിരണ്യകശിപു വാസ്തവത്തിൽ ഒരു അസുരയോനിയിൽ പതിച്ചതുകൊണ്ട് പ്രഹ്ലാദകുമാരന്റെ രീതിയിൽ പറയാൻ സാധിക്കുന്നില്ല. പ്രഹ്ലാദകുമാരൻ വാസ്തവത്തിൽ അസുരയോനിയിലാണ് ജനിച്ചതെങ്കിൽ കൂടി അയാൾക്ക് നാരദന്റേതായുള്ള സംസർഗമുണ്ടായത് കൊണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചതുകൊണ്ട് ഈശ്വരനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. ചാത്തൻ പോയി ഇങ്ങനെ ആ ഈശ്വരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകുന്നത് സർവ്വവ്യാപിയായിട്ടുള്ള നരസിംഹമൂർത്തിയെ എടുത്തുപിടിച്ചു കൊണ്ടുവരാനുള്ള തൻ്റെ ഇടം അയാൾക്കുണ്ടായത് അയാളുടെ ദൃഢനിശ്ചയം കൊണ്ടാണ്. തൻ്റെ ഗുരുസ്ഥാനം അലങ്കരിക്കുന്ന ആ തമ്പുരാൻ, കാട്ടിൽ വന്ന് തപസ്സനുഷ്ഠിക്കുന്ന അയാൾ പറഞ്ഞത് സത്യമാണെന്ന് കരുതിയിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ധരിക്കേണ്ടത് ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന വാക്കിൽ ശ്രദ്ധ വേണം, ഭക്തി വേണം, അത് സത്യമാണെന്ന് ഉറപ്പിക്കണം, ആ ഗുരുവിൻ്റെ വാക്യം വിശ്വസിക്കണം.
ഏതൊരു ഗുരുവിന്റെ വാക്കാണോ വിശ്വസിക്കേണ്ടത്, ആ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നരസിംഹാവതാരം സാധിക്കാത്തത്, ഈശ്വര ദർശനം സാധിക്കാത്തത്, അത്തരത്തിൽ നമുക്ക് സാക്ഷാത്കാരം സാധിക്കാത്തത് ആ ഗുരുവിന്റെ വാക്കിലുള്ള വിശ്വാസക്കുറവാണ്. അപ്പൊ ഏത് രീതിയിലും ഗുരുസ്ഥാനം ഏതൊരു വ്യക്തി പറഞ്ഞു തരുന്ന ഈശ്വരനെ പറ്റിയുള്ള കാര്യം ധ്യാനിച്ചിരിക്കുന്ന യോഗാരൂഢനായ തപസ്യായിരിക്കുന്ന പത്മപാദര് പറഞ്ഞുകൊടുത്ത രൂപവും ഭാവവും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കാട്ടിലുടനീളം ഇങ്ങനെ ഓടി നടന്നിട്ട് അന്വേഷിക്കുന്ന അയാളുടെ രീതി ഗുരുവാക്യത്തിലുള്ള വിശ്വാസമുള്ളൊരു ശിഷ്യന്റെ രീതിയാണ്. കണ്ടിട്ടോ വാസ്തവത്തിൽ അതിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോരുക. ഇന്ന് നമ്മൾ ആവാഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വരുന്നില്ല. ആവാഹിച്ച് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഉണ്ട് എന്ന് ജ്യോത്സ്യൻ പറയണം. അത്തരത്തിൽ എല്ലാ തരത്തിലും രഥപ്പതിച്ച കാലഘട്ടത്തിൽ ഈശ്വരനെ കണ്ടു എന്ന് പറയാൻ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കാത്ത ആ സ്ഥിതിവിശേഷത്തിലാണ് ഇവിടെ ഒരു അവതാരം നടക്കാൻ പോകുന്നത്, നരസിംഹാവതാരം. ഈ നരസിംഹാവതാരം നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആ നരസിംഹത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. ഏതായാലും വളരെ രസകരമായിരിക്കുന്ന ഒരു 5 ശ്ലോകങ്ങൾ നല്ലപോലെ ഒന്ന് ധ്യാനിക്കണം. ഇറങ്ങി വന്നേ മതിയാകൂ. യജ്ഞസൂകരം ഇറങ്ങി വന്നത് ബ്രഹ്മാവിന്റെ മൂക്കിലൂടെയാണ്. ധ്യാനനിരതനായിരിക്കുന്ന ബ്രഹ്മാവ് ലോകം മുഴുവൻ വെള്ളത്തിലാണ്ട് പോയിരിക്കുന്ന ഒരവസ്ഥയിൽ ഭൂമിയെ താഴ്ത്തിക്കൊണ്ടുപോയ ഹിരണ്യകശിപുവിന്റെ പ്രവൃത്തി മൂലം ഒരു വേദി നഷ്ടപ്പെട്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ വേദിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ സാന്നിധ്യം സഹായം ആവശ്യമാണെന്ന് കണ്ട് സാക്ഷാൽ നാരായണനെ ധ്യാനിച്ച ബ്രഹ്മദേവന്റെ മൂക്കിലൂടെയാണ് അങ്കുഷ്ടമാത്ര തുല്യനായിട്ട് ഭഗവാൻ യജ്ഞസൂകരമായിട്ട് അവതരിച്ചത്, ആദ്യത്തെ അവതാരം ഭാഗവതത്തിലെ. അപ്പോൾ ഈശ്വരന്റെ വലിപ്പം പറഞ്ഞു. തന്തവരലിന്റെ വലിപ്പത്തില് തള്ളവരലിന്റെ വലിപ്പത്തിൽ ഉള്ളിൽ നിന്ന് തന്നെ ഈശ്വരൻ പുറത്തേക്ക് വരണമെന്നും സൂചിപ്പിച്ചു. തള്ളവരലിന്റെ വലിപ്പമാണെന്നും പറഞ്ഞു. അകത്ത് നിന്ന് പുറത്തേക്ക് യജ്ഞസൂകരമായിട്ട് പന്നിക്കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാനാണെങ്കിൽ അത് വളർന്നു വലുതായി പെട്ടെന്ന്. അതേ രീതിയിലുള്ള അവതാരം നമ്മൾ കണ്ടു. ഭൂമിയെ ഉദ്ധരിക്കുന്ന ജഗതോദ്ധാരകനായിട്ടുള്ള വിഷ്ണു. അത് കഴിഞ്ഞിട്ടാണ് ഇതാ രണ്ടാമത്തെ അവതാരം. അവിടെയും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞുകൂടണം. കാരണം എന്താ, അവിടെയും ധ്യാനിക്കുന്ന 2 വ്യക്തികളെ കാണാം. 2 വ്യക്തികൾ, 2 ഭക്തന്മാര്. ആ രീതിയിൽ തന്നെ വേണം ചിന്തിക്കാൻ. ഹിരണ്യകശിപുവും ധ്യാനിക്കുക. ഈ ഹിരണ്യകശിപു ധ്യാനിക്കുന്നത് ആരെയാണ്? തന്റെ ശത്രുവായിരിക്കുന്ന വിഷ്ണുവിനെ. ധ്യാനം തന്നെയാണ്. പ്രഹ്ലാദകുമാരൻ ധ്യാനിക്കുകയാണ് സർവവ്യാപിയായിട്ടുള്ള വിഷ്ണുവിനെ. സർവവ്യാപിയായിട്ടുള്ള എന്റെയും അച്ഛന്റെയും ബലമായിരിക്കുന്ന വിഷ്ണുവിനെ സർവത്ര എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഹിരണ്യകശിപുവിനെ പോലെ തന്നെ തന്റെ മകനായിരിക്കുന്ന പ്രഹ്ലാദകുമാരനും തൂണിലുണ്ട് എന്നിങ്ങനെ ഉറപ്പിക്കുമ്പോൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ തൂണിനെ ഇടിക്കാൻ പോകുന്ന വാള് ഏന്തിക്കൊണ്ട് താഴത്തേക്ക് ചാടി ആ തൂണിനെ ഇടിക്കാൻ പോകുന്ന ആ ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. എല്ലാ തരത്തിലും നമ്മളും ഈ തൂണ് പൊട്ടിക്കാൻ തയ്യാറായാൽ, ഏതൊരു തൂണിലാണോ ഈ ഭഗവാൻ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഒളിച്ച് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ മറഞ്ഞ് ഇരിക്കുന്നത്, ആ ഭഗവാനെ പ്രത്യക്ഷമാക്കുക, ആവരണത്തെ മാറ്റുക എന്നേ അർത്ഥമുള്ളൂ. ആവരണം എന്ന് പറയുമ്പോൾ മായ യവനിക. ഭാഗവതത്തിൽ സർവത്ര കാണുന്നത് ഈ മായയെ തരണം ചെയ്താൽ ഭഗവാനെ കിട്ടും. ഭാഗവതം രചിക്കാൻ തുടങ്ങിയ വേദവ്യാസനും ധ്യാനനിരതനായിട്ടിരുന്ന പ്രകൃതിയെ കണ്ടു, മായയെ കണ്ടു, അവളാണ് വഞ്ചകി എന്ന് മനസ്സിലായി. അതിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കിട്ടുമെന്ന് കണ്ടു. ആവരണത്തിന്റെ ഭംഗം വരുത്തുക, ആവരണ ഭംഗം. എത്രയെത്ര ജനങ്ങളാണ് എല്ലാ വർഷവും ഇവിടെ എത്തിച്ചേരുന്നത്. നിങ്ങളെയെല്ലാം തന്നെ കണ്ടുകൊണ്ടിങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിക്കാനുള്ളൊരു അനുഗ്രഹം പൂജനീയ സ്വാമികൾ എനിക്ക് തന്നതും ഞാൻ അനുഗ്രഹമായിട്ട് എടുത്തുകൊണ്ട് ഒന്ന് പതുക്കെ ധ്യാനിക്കാൻ, ചെറുപ്പത്തിൽ 70 കാലഘട്ടത്തിൽ ധ്യാനിച്ച, അങ്ങനെ മന്ത്രം ജപിക്കാൻ കിട്ടിയ ധ്യാനമൂർത്തിയെ ഒന്നുകൂടി നമുക്ക് ആ ധ്യാനത്തിലൂടെയല്ല, ഒരു 5 ശ്ലോകത്തിലൂടെ പരിപൂർണസ്വാമി ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ തുറവൂർ ഈ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വന്ന് അത് എല്ലാം തന്നെ മാറ്റം വരണമെന്ന് അദ്ദേഹം കരുതിയിട്ട് എല്ലാത്തരം മാറ്റത്തിനും നിർദ്ദേശിച്ച് ദേവസ്വം ബോർഡിന്റെ ആ ബെഞ്ചെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ദേവസ്വം ബോർഡിനെ നിർദ്ദേശിച്ചുകൊണ്ട് ആ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലായത് പരിപൂർണസ്വാമിയെ തുടർന്നാണ്. ജഡ്ജി പരിപൂർണസ്വാമി ഈ 5 ശ്ലോകങ്ങളും അച്ചടിച്ച് അവിടെ പ്രസിദ്ധീകരിച്ചു. ഏതായാലും ഈ 5 ശ്ലോകങ്ങൾ പഞ്ചാമൃതം എന്ന് പറയാം, നരസിംഹ പഞ്ചാമൃതം എന്ന് പറയാം. ഏതായാലും ഈ 5 ശ്ലോകങ്ങൾ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആ അവതാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ സമയം ഇനി 5-10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങോട്ടേക്ക് എത്താം. ഗോവിന്ദ കേശവ ജനാർദ്ദന വാസുദേവ വിശ്വേശ വിശ്വമധുസൂദന വിശ്വരൂപ ശ്രീ പത്മനാഭ പുരുഷോത്തമ പുഷ്കരാക്ഷ നാരായണച്യുത നൃസിംഹ നമോ നമസ്തേ. ദേവാസമസ്താഖലിയോഗി മുഖ്യ ഗന്ധർവ വിദ്യാധര കിന്നരാശ്ച യത്പാദമൂലം സതതം നമന്തീതം നരസിംഹം ശരണം ഗതോസ്മി. വേദാൻ സമസ്താൻ
ഖലു ശാസ്ത്രഗർഭാൻ വിദ്യാബലേ കീർത്തിമതിം ജലക്ഷ്മ്യോ യസ്യ പ്രസാദാത് സതതം ലഭന്തേ തം നാരസിംഹം ശരണം ഗതോസ്മി. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യോ നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം. ആ രസകരമായിരിക്കുന്ന ആ ശ്ലോകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ പഞ്ചാമൃതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകണം. ഭഗവാൻ അവതരിക്കണം. ഭഗവാന്റെ അവതാര വേളയിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ആ അവതാര വേളയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ 5 ശ്ലോകങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഏതായാലും അത്തരത്തിലുള്ള 5 ശ്ലോകങ്ങളിൽ 3 ശ്ലോകം നമുക്കിപ്പോൾ പാടാനായിട്ട് സാധിച്ചു. ഇനിയും 2 ശ്ലോകങ്ങൾ കൂടി എവിടെയോ ഇങ്ങനെ കുത്തിക്കുറിച്ചു വച്ച് കൊണ്ടുവന്നതാണ്. അതിങ്ങനെ എവിടെയോ മാഞ്ഞുപോയി അല്ലെങ്കിൽ മറഞ്ഞുപോയി. ഏതായാലും അത്തരത്തിലുള്ള ഭഗവാന്റേതായിട്ടുള്ള ഭാവം നമുക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ 8ാമത്തെ അധ്യായത്തിലെ അവതാര രംഗത്തേക്ക് വരാം. കൂടുതലായിട്ട് വ്യാഖ്യാനങ്ങളല്ല ഇവിടെ ആവശ്യം. അതിന് പകരമായിട്ട് അത്യന്തം സുന്ദരമായിരിക്കുന്ന അവതാരം തൻ്റെ ഭൃത്യനായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദകുമാരൻ പറയുന്നത് സത്യമാകണം. അതോടൊപ്പം തന്നെ തൻ്റെ മറ്റൊരു ഭക്തനായിരിക്കുന്ന ഹിരണ്യകശിപു അയാൾ ധ്യാനിക്കുന്നതായിട്ടുള്ള രൂപത്തിലേക്ക് നാം വരികയും വേണം. ആ രൂപത്തിലായിരിക്കണം തൻ്റെ അവതാരം. ഇതെല്ലാം തന്നെ നിശ്ചയിച്ചുറപ്പിച്ച് ആ ഭഗവാന്റെ അവതാരം മലയാളത്തിലൂടെ നിങ്ങൾ വായിച്ചു കാണും. വെട്ടും ഇടിക്കുരൽ ഞെട്ടുമാറാശകൾ പൊട്ടുമാറ് അണ്ടകടാഹം വിറച്ചഹോ കഷ്ടം നടുങ്ങുമാറട്ടഹാസത്തോടും വട്ടത്തൂൺ മദ്യം പിളർന്ന് നൃസിംഹമായി പുഷ്ടാതിഭീഷണ അത്യുഗ്രഭയങ്കരം മധ്യാഹ്നമാർത്താണ്ടൻ ഉൽപ്പതിക്കും വണ്ണം ചാടി പുറപ്പെട്ടു. അത് മലയാളത്തില്. ഏതായാലും മലയാളത്തിലുള്ള ആ അവതാരം വായിക്കുന്ന പോലെ തന്നെ ആ മൂലംകൃതിയിലേക്ക് വരുമ്പോഴോ ഇവിടെ നമ്മൾ വായിക്കുകയാണ് സത്യം വിധാതും നിജഭൃത്യഭാഷിതം എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് ഇവിടെ ഏവം ദുരുക്തേർമുഹുരർദ്ധയൻഷ സുതം മഹാഭാഗവതം മഹാസുര ഖഡ്ഗം പ്രഗൃഹ്യോത്പതിതോ വരാസനാത് സ്തംഭം തതാടാദിബലസ്വമുഷ്ടിന. എടുത്തുചാടി, വാളുമായിട്ട് ഇങ്ങനെ എടുത്തുചാടിയിട്ട് മുഷ്ടി കൊണ്ട് ആ സ്തംഭത്തെ ഒന്ന് ഇടിച്ചു. അതിൽ നിന്നാണ് തദൈവ തസ്മിന്നിനതോ അതിഭീഷണോ ബഭൂവ ഏനാണ്ടകടാഹമസ്ഫുട യം വൈ സ്വതിഷ്ണ്യോപഗതം ത്വജാദയ ശ്രുത്വാ സ്വതാമപ്യയമംഗമേനിരേസ വിക്രമൻ പുത്രവധിപ്സുരോജസ നിശമ്യ നിർഹ്രാതമപൂർവമദ്ഭുതം അന്തഃസഭായാം നദദർശ തത്പദം വിദത്രസൂയേന സുരാരിയോധപ. സത്യം വിധാതും ശ്രേഷ്ഠമായിരിക്കുന്ന തന്റെ ഭക്തന്റെ വാക്ക് സത്യമാക്കി തീർക്കുന്ന അവതാരം. സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ജന്മന അദൃശ്യത അത്യത്ഭുത രൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം. വരം ചോദിച്ചു വാങ്ങിയ തന്റെ ഭക്തൻ അയാൾ എന്തെല്ലാമാണോ ആവശ്യപ്പെട്ടത് അതേ രീതിയിൽ തന്നെ ഞാൻ അവതരിക്കണമെന്ന്. ഇവിടെയാണ് ഭക്തന്റെ മനോമുഖരത്തിലുണ്ടാകുന്ന ധ്യാനം. ഏതൊരു ഭക്തനും ഭഗവാനെ സൃഷ്ടിക്കുന്നു എന്ന് പണ്ടൊരിക്കൽ ഇതേ വാക്ക് തന്നെ ഞാനിവിടെ പ്രയോഗിച്ചു. ഭഗവാനെ സൃഷ്ടിക്കുന്നത് ഭക്തനാണ് പോലും. ഒരു ഭക്തൻ അവന്റെ മനോമുഖരത്തിൽ ഭാവനയിൽ ആ ഭഗവാന്റെ രൂപം ഇങ്ങനെ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് അതേ രീതിയിൽ ഭഗവാൻ അവതരിക്കുന്നത്. ആകാരമില്ലാത്ത, ജനിക്കാത്ത, അപ്പോൾ ഒരിക്കലും ജനിക്കാൻ ഇടയില്ലാത്ത ഭഗവാൻ ഇതാ ജനിക്കുകയാണ് ഭക്തന്റെ ആവശ്യപ്രകാരം. അഹം ഭക്തപരാധീനനായതുകൊണ്ട് നമ്മേ ഭക്ത പ്രണശ്യതി എന്നുള്ള ആ മഹാവാക്യവും സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയമുള്ളത് കൊണ്ട് ആ ഭക്തൻ ഉള്ളിൽ തട്ടി ഉണർന്നിരിക്കുന്ന ഏതൊരു ഭാവമാണോ എൻ്റേത്, ഈശ്വരൻ്റേത്, ആ രൂപത്തിൽ ഞാനിതാ പ്രത്യക്ഷപ്പെടുന്നു എന്ന്. സത്യം വിധാതം നിജഭൃത്യഭാഷിതം. അപ്പൊ ഇവിടെയും നമ്മൾ ചിന്തിക്കാനുള്ളത്, വിഗ്രഹങ്ങൾ മെനഞ്ഞെടുത്ത് പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്ന നമ്മൾ അതാത് കാലത്തുണ്ടായ ആ ഋഷീശ്വരന്മാർ സൃഷ്ടിച്ചു തന്ന ധ്യാനപ്രകാരം മൂർത്തികളെ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുമ്പോൾ അതെല്ലാം തന്നെ ഈശ്വരനോട് അദമ്യമായിരിക്കുന്ന പ്രേമം വെച്ച് പുലർത്തുന്ന വ്യക്തികളുടെ
ആ പ്രേമത്തിന്റെ ഭക്തിയുടെ പ്രതിഫലനമായിട്ടുണ്ടായതാണ്. ഉണ്ടായത് തന്നെ നിഷ്കളനായിരിക്കുന്ന ഭഗവാൻ, അരൂപനായിരിക്കുന്ന ഭഗവാൻ, നിർഗുണനായിരിക്കുന്ന ഭഗവാൻ രൂപമെടുത്തുകൊണ്ട് ഇത്തരത്തിൽ അവതരിക്കാൻ എന്തേ കാരണമെന്ന് ചോദിച്ചാൽ ഭക്തന്റെ അഭീഷ്ടമാണ്, ഭക്തന്റെ അഭിലാഷമാണ്, ഭക്തന്റെ ഭാവമാണ്, ഭാവനയാണ്. ഭക്തൻ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രമാണ്. അതുകൊണ്ടാണ് ഭക്തൻ ഇല്ല എങ്കിൽ ഭഗവാൻ ഇല്ല. ഭഗവാൻ എന്ന് പറയുന്ന ഭാവത്തെ ഉണ്ടാക്കിയെടുത്ത ഈ ഭക്തന്റെ ഭക്തിയാണ്. അപ്പോൾ ഒരു കാര്യവും കൂടി പറയാനുള്ളത്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിക്ക് മാത്രമേ ഭഗവാനെ ഇത്തരത്തിൽ സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് അവതരിപ്പിക്കാൻ. അപ്പൊ ഈ അവതരിപ്പിക്കുന്ന രീതി തന്നെ ഈ ഭക്തൻ എന്ന് പറയുന്ന ഡയറക്ടറുടെയും ആ സിനിമാ സംവിധായകനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ രൂപകൽപ്പന ചെയ്യുന്ന ആ വ്യക്തിയുടെ ഭാവം പോലെ ഇരിക്കും. അത്തരത്തിലുള്ള ഒരു കഥ നമ്മളിവിടെ വായിക്കുകയാണ്. കഥാകൽപ്പന ചെയ്തത്, അത്തരത്തിൽ ഭാവത്തിൽ വന്നത്, ഭാവനയിലൂടെ ഭഗവാനെ ഇങ്ങനെ പ്രത്യക്ഷമാക്കിയത് രണ്ട് മഹത് വ്യക്തികൾ, ഹിരണ്യകശിപുവും സാക്ഷാൽ പ്രഹ്ലാദകുമാരനും. അങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഇന്നിപ്പോൾ വന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് ധർമ്മപുത്രർക്ക് നാരദൻ കൊടുക്കുന്ന ഉപദേശക്രമത്തിലാണ്. ധർമ്മപുത്ര ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലാണ് രാജസൂയ വേളയിലെ സപ്തമസ്കന്ധത്തിൽ നാരദൻ ഇക്കാര്യമെല്ലാം തന്നെ പറയുന്നത്. അവിടെ ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന പ്രഹ്ലാദകുമാരനെ, തന്റെ ഭക്തിസൂത്രത്തിന്റെ പ്രതീകമായിരിക്കുന്ന പ്രഹ്ലാദകുമാരനെ, അത്തരത്തിൽ മൂർത്തിമൽഭാവം എന്ന് പറയാം, ഭക്തിയുടെ മൂർത്തിമൽഭാവമായിരിക്കുന്ന നാരദരെ, അതേപോലെയുള്ള മറ്റൊരു മൂർത്തിമൽഭാവത്തെ പ്രഹ്ലാദനെ അവതരിപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നത് തനുമാനസ എന്ന് പറയുന്ന മൂന്നാമത്തെ സോപാനമാണ്. അതുകൂടി അല്പം ചിന്തിച്ചാൽ നിർത്തിക്കൊള്ളാം. തനുമാനസ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ തൻ്റെ മനസ്സും അതുപോലെ ശരീരവുമെല്ലാം തന്നെ ഇഴുകിച്ചേർന്ന് ഭഗവാനുമായിട്ട് ഒപ്പം ഒഴുകിപ്പോകുന്ന രംഗമാണ്. തനുമാനസ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ ഭക്തിയുടെ പാരമ്യമാണ്. അങ്ങേയറ്റത്തെ ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന പ്രഹ്ലാദകുമാരൻ എല്ലാം തന്നെ ഈശ്വര സമർപ്പണം ചെയ്തുകൊണ്ട്, ഈശ്വരൻ തന്നെയാണ് വാസ്തവത്തിൽ എല്ലാം എന്നിങ്ങനെ ഉറപ്പിച്ചുകൊണ്ട്, ഈശ്വരനെ വിട്ടിട്ട് മറ്റാരും വേണ്ട എന്നുള്ള അനന്യഭക്തി, അദമ്യമായിരിക്കുന്ന ഭക്തി, നിഷ്കാമമായിരിക്കുന്ന ഭക്തി, നാരായണനെ സേവിക്കുന്നത് നാരായണനെ സേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്നുള്ള മട്ടിൽ സേവിക്കുന്ന അദ്ദേഹത്തിന്റെ അത്യുത്കൃഷ്ടമായിരിക്കുന്ന ഈ പറയുന്ന കഥാഗോളത്തിൽ നരസിംഹ അവതാരം വെറുതെ വായിച്ചു പോകാനുള്ള ഒന്നല്ല, നരസിംഹാവതാരം സാധിക്കാനുള്ളൊരു സംഗതിയാണ് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ മന്ത്രമെല്ലാം തന്നെ ജപിക്കുകയും ആ രൂപമെല്ലാം തന്നെ ധ്യാനിക്കുകയും ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ ആ രൂപഭാവങ്ങളെല്ലാം തന്നെ കാണാൻ കൊതിക്കുകയും ഇടയ്ക്കിടയ്ക്കെല്ലാം തന്നെ അതെല്ലാം കാണുകയും അങ്ങനെ കൺകുളിർക്ക് കണ്ടുകൊണ്ട് നമ്മുടെ ശരീര അന്തർഗതമായിട്ടുള്ള നമ്മൾ കർമ്മത്തിന്റെ ദോഷം കൊണ്ടാണ് ഉണ്ടായതെന്ന് പറഞ്ഞു. ആ കർമ്മവാസന ഊതി എന്ന് പറയുന്നതിന് നിശേഷം ഇല്ലാതെയാക്കാനും കർമ്മവാസന മൂലം ജനിക്കാനുള്ള ഇട ഇല്ലാതെയാക്കാനും മൃത്യുമൃത്യം നമാമ്യഹം എന്ന് പറയുന്ന രീതിയിലേക്ക് ആകാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ നരസിംഹ മന്ത്രം നിങ്ങളൊന്ന് ജപിച്ചാൽ നമുക്ക് നിർത്താം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം തത്സത്. എല്ലാ വർഷവും ഇത്തരത്തിൽ അനുഗ്രഹം എനിക്ക് സ്വാമികളുടെ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥന. ഈ സത്രത്തിൽ ഒരു 100 വർഷക്കാലം വന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം, അതായത് ഇപ്പോഴൊന്നും മരിക്കരുത് എന്നൊരാഗ്രഹം. അപ്പോൾ എല്ലാ തരത്തിലും ഭഗവാന്റെ കഥകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയാനുള്ളൊരു വേദിയായിട്ട് ഉള്ള ഈ വേദി എക്കാലവും നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണ.